ഈ കഴിഞ്ഞ ഒക്ടോബർ 2-ന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഉള്ള പ്രത്യേകത. അത് നെടുകെ പിളർന്ന ഒരു ദിവസമായിട്ടാണ് നമ്മുടെ മുന്നിലെത്തിയത്. കാരണം ഒക്ടോബർ 2 നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഗാന്ധിയുടെ ജന്മദിനമായിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ആചരിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ ഒക്ടോബർ 2-ന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അത് RSSന് 100 വയസ്സ് പൂർത്തിയാകുന്ന ആ ദിനം കൂടിയായിരുന്നു. അത് 1925 വിജയദശമി ദിനത്തിലാണ് നാഗ്പൂരിലെ മൊയ്ത്വാഡയിൽ RSS രൂപീകരിക്കുന്നത്. അപ്പം ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു ദിവസമായി നമ്മുടെ മുന്നിൽ വരികയുണ്ടായി. ഈ പിളർപ്പ് ഒരുപക്ഷെ നമ്മളെ അഗാധമായി ചിന്തിപ്പിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ ഒരു ദിവസത്തിൽ ഈ രണ്ടു തരം ചരിത്രങ്ങൾ നമ്മൾ ഒരുപക്ഷെ നേരിടുന്ന ഈ രണ്ടു തരം ചരിത്രം ഒറ്റ ദിവസത്തിലാക്കി കൊണ്ട് വെച്ച് തരികയായിരുന്നു. ഒരു പാതി പ്രജ്ഞയിൽ നിഴലും നിലാവും മറുപാതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും എന്ന് ചങ്ങമ്പുഴ പാടിയ പോലെ ഒരു ഭാഗത്ത് വെളിച്ചം, ഒരു ഭാഗത്ത് വലിയ ഇരുട്ട്, ഒരു ഭാഗത്ത് ബെരറ്റ 9mm തോക്ക്, ഒരു ഭാഗത്ത് ഇങ്ങനെ അനാവൃതമായ ഒരു മാറിടം, ഒരു ഭാഗത്ത് ഹിംസ, ഒരു ഭാഗത്ത് അഹിംസ. ഇങ്ങനെ ഇത്രയും തൊട്ടടുത്ത് ഇത് രണ്ടിനെയും ചേർത്ത് വെച്ച് ഒരു ദിവസം കൊണ്ടുവരുമ്പോൾ സാധാരണഗതിയിൽ ഈ കമ്പാരിസൺ നടക്കേണ്ടതായിരുന്നു. പക്ഷെ നമുക്കറിയാം, ഇന്ത്യയിലെ ഒറ്റ മാധ്യമവും വേണ്ടത്ര ആഴത്തിൽ ഇങ്ങനെ ഒറ്റ ദിവസം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആ ചർച്ച നടക്കുന്നുണ്ടായില്ല. മലയാളത്തിലും നടക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ മുന്നിൽ വന്നു നിന്നിട്ടും അത്തരമൊരു ചർച്ചയിലേക്ക് പോവാത്തത് എന്ന ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സെക്യുലറിസത്തിന് വേണ്ടിയുള്ള നമ്മുടെ പ്രതിരോധ സംസ്കൃതിയുടെ ഒരു വലിപ്പം എത്രയുണ്ടെന്ന് അറിയാൻ ആ ദിവസത്തെ പ്രതികരണങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ വളരെ അധികം മനസ്സുകൾ, എനിക്കറിയാവുന്ന സുമനസ്സുകളൊക്കെ ഒരു കഴിഞ്ഞ 10 കൊല്ലമായി ഒരു ദിവസം പോലും ഒരു ആശ്വാസം കൊള്ളാതെ അസ്വസ്ഥപ്പെട്ടും നീറിക്കൊണ്ടും ഒക്കെയാണ് ജീവിക്കുന്നത്. പക്ഷെ അത് എത്രമേൽ മുഖ്യധാരയിൽ എത്തിയിട്ടുണ്ടെന്ന് പറയുന്ന ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്കാരത്തിൽ ആ പ്രതിരോധത്തിൻ്റെതായിട്ടുള്ള ധാതുക്കൾ എത്രമാത്രം നിക്ഷേപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ഇത്തരം ദിവസങ്ങളോടുള്ള പ്രതികരണം നമുക്ക് എടുക്കേണ്ടി വരുന്നത്. അപ്പം ആ ക്വസ്റ്റ്യൻ നമ്മൾ പ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ സമയത്ത് അന്ന് RSSൻ്റെ പേരിൽ അല്ലെങ്കിൽ RSSനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു നാണയം പുറത്തിറക്കി. നിങ്ങളെല്ലാവരും കാണുന്നതാണ്. അതായത് ഗാന്ധിയുടെ 129 തോന്നുന്നു, 129 ജന്മദിനവും ഒരുപക്ഷെ ഗാന്ധി വധത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന RSSൻ്റെ 100ാം ജന്മദിനം ഒരേ ദിവസത്തിൽ ബന്ധിപ്പിക്കപ്പെട്ട് വന്നപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്, അത് ഏത് സ്വഭാവമുള്ള സ്റ്റേറ്റ് എന്നുള്ളതൊക്കെ നമുക്കറിയാം, എങ്കിൽ പോലും ഇന്ത്യൻ ഭരണകൂടം അവിടെ പ്രകീർത്തിക്കുന്നത് RSSനെയാണ്. RSSൻ്റെ ഈ പറയുന്ന സ്മരണയ്ക്കായി അല്ലെങ്കിൽ 100 വർഷം പൂർത്തീകരിക്കുന്ന ആ ദിവസത്തെ ആഘോഷിക്കാനായി ഒരു നാണയം പുറത്തിറക്കി. രണ്ടാമതൊരു സ്പെഷ്യൽ എൻവലപ്പ് ഗവൺമെൻറ് പുറത്തിറക്കുണ്ടായി. ഞാൻ ആലോചിച്ചത്, ഈ നാണയം നാളെ ഞാനും നിങ്ങളൊക്കെ പോക്കറ്റിൽ ഇടേണ്ടി വരും, അത് സർക്കുലേഷനിൽ വരുമ്പോൾ ഇത് നമ്മുടെ നെഞ്ചു പൊള്ളിക്കുമോ? ഇപ്പോൾ ഒരു പുരുഷൻ ഇത് കീശയിലിട്ടാൽ ഈ നാണയം നമ്മുടെ നെഞ്ചു പൊള്ളിക്കുമോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നാണയമായിട്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കുമോ? ഈ ഒരു ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഉരുണ്ടൂറി വന്ന ഒരു ഡാർക്ക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കാവുന്ന, ഇരുണ്ട പദാർത്ഥം എന്ന് വിളിക്കാവുന്ന ഒരു സംഗതിയെ, ഒരു രാഷ്ട്രീയ സംഗതിയെ പ്രകീർത്തിക്കുന്ന ഒരു നാണയം നിങ്ങളും ഞാനും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നാളെ അത് കയ്യിൽ പേറേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അങ്ങനെ എത്തി നിൽക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് തീർച്ചയായിട്ടും അവരുടെ 100 വർഷത്തെ അവിശ്രാമമുള്ള പ്രവർത്തനമാണ്. അത് നമുക്ക് കുറച്ച് കണ്ടുകൂടാ. ഏത് തരത്തിലുള്ള സംഘടനയായാലും ഏത് തരത്തിലുള്ള പ്രത്യയശാസ്ത്രമായാലും 100 വർഷം അവർ നിരന്തരമായിട്ട് പ്രവർത്തിച്ചു. ആ ചരിത്രം നോക്കുകയാണെങ്കിൽ പല ഘട്ടങ്ങളിൽ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അത് ചരിത്രത്തിൽ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്തു പോയി എന്ന് പറയുന്ന ഘട്ടം എത്തിയിട്ടുണ്ട്. പക്ഷെ അവരെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് ഇരുന്നിട്ടുണ്ട്. ഈ 100 വർഷം പൂർത്തിയാവുന്ന ലോകത്തിലെ ആദ്യത്തെ ഫാസിസ്റ്റ് സംഘടനയായിട്ട് അത് മാറി. ഏറ്റവും കൂടുതൽ പ്രായമുള്ള
ഫാസിസ്റ്റ് സംഘടന, ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയോടാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവർത്തനം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഒക്ടോബർ 2 എന്തുകൊണ്ടാണ് നമ്മളൊന്നും ഒരു തരത്തിൽ ഈ ചഞ്ചലപ്പെടാതെ നിന്നത് എന്ന് ആലോചിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റീസിൽ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമായിട്ട് ഇത് എടുത്തു വെച്ചത് എന്നാലോചിച്ചാൽ, നമ്മൾ ഈ സംഗതിയോട് എന്ന് പറഞ്ഞാൽ ഈ ചരിത്രത്തോട്, ഈ ഇരുണ്ട ചരിത്രത്തോട് നമ്മുടെ പ്രതിപ്രവർത്തനം പലപ്പോഴും വളരെ വീക്കായിട്ട് ചരിത്രത്തിൽ വന്നിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മറന്നുവെക്കലുകൾ, നമ്മുടെ ജാഗ്രത കുറവിൽ കൂടി ആണ് ഫാസിസം വളരുന്നതെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ നിന്ന് നമ്മൾ പഠിക്കണം. എന്ന് പറഞ്ഞാൽ അവരുടെ ബലത്തിൽ മാത്രമല്ല, അവരെതിർക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൻ്റെ തളർച്ചയിലും കൂടിയിട്ടാണ് ഫാസിസം ആർത്തു വളർന്നത് അല്ലെങ്കിൽ തഴച്ചു വളർന്നതെന്ന് പറയുന്ന ഒരു കാര്യം ഓർക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ ഒക്ടോബർ 2 നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം, ഈ 48 ജനുവരി 30 ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ആദ്യം നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS. ഒരാളും അത് സ്മരിക്കുന്നില്ല. ആ ദിവസം ഒരു പത്രവും അത് എഴുതുന്നില്ല, ഒരു പത്രവും അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, ഒരു മീഡിയയും ഡിസ്കസ് ചെയ്യുന്നില്ല. ഏറ്റവും ആദ്യം നിരോധിക്കപ്പെട്ട സംഘടനയാണ്. മാത്രമല്ല, സ്വതന്ത്ര ഇന്ത്യയിൽ ഈ പറയുന്ന തരത്തിൽ അസ്വസ്ഥജനകമായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ആദ്യം നിരോധിക്കപ്പെട്ട സംഘടനയാണ് ഈ പറയുന്ന RSS എന്ന് പറയുന്നത്. ഇന്ന് RSS അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ അന്നത്തെ ദിവസം മോഡി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്, RSSന് പല തരത്തിലുള്ള നിരോധനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ആ പ്രസ്ഥാനം പക്ഷേ അതിനെയൊക്കെ പുഞ്ചിരിയോടെ അതിജീവിച്ചു എന്നാണ് പറയുന്നത്. അന്ന് പ്രസംഗിച്ചതാണ്, നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് എല്ലാവരോടും പ്രസംഗിച്ചതാണ്. ഈ പറയുന്ന പ്രസ്ഥാനത്തിന് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രസ്ഥാനം, ഇന്ത്യൻ സംസ്കാരത്തെ മുറുകെ പിടിക്കുന്ന പ്രസ്ഥാനം എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷം പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത്, ഇതിന് പലപ്പോഴും നിരോധനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അതിനെയെല്ലാം പുഞ്ചിരിയോടെ അതിജീവിച്ചു എന്ന് പറയുന്ന ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പോൾ ഈ പ്രസ്താവന എടുത്തു കഴിഞ്ഞാൽ, ഒന്ന്, അത് നിരോധനം നേരിടേണ്ടി വന്നത് എന്തിന് എന്നുള്ള കാര്യം പറയുന്നില്ല. രണ്ട്, അത് പുഞ്ചിരിയോടെയാണ് അതിജീവിച്ചതെന്ന് പറയുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യനും ആൻസർ ഇല്ല. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്ത് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ഫാസിസത്തിനെ നേരിടാനുള്ള, എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് എതിർക്കുന്നത്, അതിൻ്റെ നീളവും വീതിയും കനവും എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ പൊതുവെ ഇപ്പോൾ കേരളത്തിൽ എവിടെ സംസാരിച്ചാൽ എല്ലാവരും ഫാസിസ്റ്റ് വിരുദ്ധരാണ്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഒരാൾ സംസാരിക്കാൻ പോകുന്നിടത്ത് വരുന്നവർ മുഴുവൻ ഫാസിസ്റ്റ് വിരുദ്ധരാണ്. പക്ഷേ ഇതിൻ്റെ നീളവും വീതിയും കനവും എത്രയാണെന്ന് ചോദിച്ചാൽ ആ തരത്തിലുള്ള ഒരു ഡീപ്പർ നോളജിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡീപ്പ് റെസിസ്റ്റൻസിലേക്കോ പോകാത്തതിൻ്റെ കാരണമാണ് ഇനി തരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഇന്ത്യൻ ചരിത്രത്തെ പരിശോധിക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യം വരെ ഒരു ചരിത്രമുണ്ട്, അതും ജനാധിപത്യത്തിൻ്റെ ചരിത്രമാണ്. എന്ന് പറഞ്ഞാൽ അതും ജനാധിപത്യത്തിനെ സംബന്ധിച്ച് ഒരുപാട് ആലോചനകൾ നടന്നിട്ടുള്ള ഹിസ്റ്ററിയാണ്. ഇപ്പം കേരള ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യവൽക്കരണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് നവോത്ഥാന കാലഘട്ടമാണെന്നും അറിയാൻ പറ്റും. ഈ നവോത്ഥാന കാലഘട്ടം ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. അതിൽ വലിയ ഡിസ്കോഴ്സുകളൊക്കെ, വലിയ തരത്തിലുള്ള സംവാദങ്ങളൊക്കെ, ഇപ്പം ശ്രീനാരായണ ഗുരു ആയാലും അയ്യങ്കാളി ആയാലും മറ്റ് നവോത്ഥാന നായകരൊക്കെ ആയാലും ഈ ജനാധിപത്യത്തിലേക്ക് നമ്മെ നയിച്ച വലിയ ചർച്ചകൾ മുഴുവൻ സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് നടന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് നമ്മൾ ജനാധിപത്യ പ്രക്രിയയിലേക്ക് എത്തിപ്പെടുന്നത്, പൊതുജനങ്ങൾ എത്തിപ്പെടുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു ചരിത്രവും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു ചരിത്രവും പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഫാസിസത്തെ നേരിടാനുള്ള വലിയ കെൽപ്പും വലിയ തരത്തിലുള്ള പ്രവർത്തനവും അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ചിന്തകളും ഒക്കെ ഉണ്ടാവുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പാണെന്ന് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ, ഇപ്പം ഉദാഹരണമായിട്ട് ഫാസിസത്തിൻ്റെ തന്നെ ഒരു എലമെൻ്റ് എന്ന് വിളിക്കാവുന്ന, അതിൻ്റെ ഒരു പാർട്ട് എന്ന് വിളിക്കാവുന്ന ഈ വർണ്ണവ്യവസ്ഥയെക്കുറിച്ചും ജാതി വ്യവസ്ഥയെക്കുറിച്ചും ഒക്കെ ഉള്ള വലിയ ചർച്ചകൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിന് മുമ്പാണെന്ന് കാണാൻ പറ്റും. സ്വാതന്ത്ര്യത്തിൻ്റെ ശേഷം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊക്കെ വളരെ വീക്കായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫാസിസത്തിലേക്ക് അല്ലെങ്കിൽ ഫാസിസത്തിനെ നേരിടുന്ന ഒരു ജനാധിപത്യം
ബോധം വളർത്തിയെടുക്കുന്നതിലും ഈ ജനാധിപത്യത്തിന് മുമ്പുള്ള എന്ന് പറഞ്ഞാൽ ജനാധിപത്യ പ്രക്രിയയ്ക്ക് മുമ്പുള്ള അത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുമ്പുള്ള കാലാണ് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ ഉണ്ടായിട്ടുള്ളതും പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളതും. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് നമ്മൾ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ജനാധിപത്യ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷേ അത് തളർന്നു പോവുകയാണ് നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതെന്തുകൊണ്ടെന്ന് പറയുന്ന ക്വസ്റ്റ്യനെ പ്രധാനമായിട്ട് നമ്മൾ നേരിടേണ്ടി വരും. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അത് അംബേദ്കർ തന്നെ ഊന്നി പറയുന്നുണ്ട്. ഈ ഭരണഘടന സമർപ്പിക്കുന്ന അന്തിമ പ്രസംഗത്തിൽ അംബേദ്കർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നമ്മൾ വൈദേശിക ഭരണത്തിന്റെ കീഴിലായിരുന്നു, അല്ലെങ്കിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ ഈ നാട്ടുരാജ്യങ്ങളുടെ കീഴിലായിരുന്നു. അവിടുത്തെ പൗരരായിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത്. നമുക്ക് ജനാധിപത്യം എന്തെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 51-52 നടക്കുന്നത്. 51-52 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് 49 നവംബറൊക്കെ ആയപ്പോഴേക്കും ഭരണഘടനയുടെ അന്തിമ പ്രതി സമർപ്പിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അംബേദ്കർ ഊന്നി പറഞ്ഞൊരു കാര്യം, നാളെ മുതൽ നമ്മൾ ജനാധിപത്യ യുഗത്തിലേക്ക് പോവുകയാണ്. ഇന്നലെ വരെ നിങ്ങൾക്ക് മുകളിൽ വേറൊരു ഭരണക്രമമായിരുന്നു. ഒന്നുകിൽ വൈദേശികാധിപത്യം, മഹാഭൂരിഭാഗം പേർക്കും വൈദേശികാധിപത്യം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലായിരുന്നു. മറ്റ് ഒരു ഭാഗത്ത് നാട്ടുരാജ്യങ്ങളുടെ കീഴിലായിരുന്നു രാജാധികാരം. ഇത് രണ്ടും വിട്ട് നമ്മൾ ജനാധിപത്യത്തിലേക്ക് പോവുകയാണ്. ജനാധിപത്യത്തിലേക്ക് പോകുമ്പോൾ എന്താണ് ജനാധിപത്യം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഉൾക്കൊള്ളണം, നമ്മൾ ആന്തരികവൽക്കരിക്കണം. എന്നാൽ മാത്രമേ ഇത് പ്രാവർത്തികമാവുള്ളൂ. അപ്പൊ സാധാരണഗതിയിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ആണെന്ന് പെട്ടെന്ന് വിചാരിക്കും. ഈ തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവാൻ ഇടയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യുന്നു, എല്ലാ വോട്ടിനും ഒരു വിലയാണ്. ഇന്നലെ വരെ വോട്ടവകാശം ഉണ്ടായിരുന്നില്ല പലർക്കും, അല്ലെങ്കിൽ പല സ്ഥലത്തും പലതരത്തിലുള്ള രീതികളായിരുന്നു. വോട്ടവകാശത്തിൽ ഒരു തുല്യത നമുക്ക് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ വോട്ടിനും എൻ്റെ വോട്ടിനും ഒരേ വില എന്ന് പറയുന്നത്. രാജാവിൻ്റെ വോട്ടിന് 100 വോട്ടിൻ്റെ വിലയില്ല, എൻ്റെ വോട്ട് 0.5 അല്ല, ഒരു നില വരികയാണ്. അപ്പൊ അതുകൊണ്ട് വോട്ട് ചെയ്യുന്നു, കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾക്കാർ ജയിക്കുന്നു, അവര് കൂടിച്ചേർന്നിട്ട് മന്ത്രിസഭ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു പ്രോസസ്സ് ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ്. അത് പക്ഷെ ടെക്നിക്കൽ പ്രോസസ്സാണ്, അത് സാങ്കേതികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഈ സാങ്കേതിക പ്രക്രിയയാണ് ജനാധിപത്യം എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നാണ് അംബേദ്കർ ആ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞത്. ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് വിളിക്കുന്ന ഈ ഭാഗം, ഈ എലക്ഷൻ, അതിൻ്റെ പ്രചരണം, അതിൻ്റെ കാര്യങ്ങള്, ഇതല്ല ജനാധിപത്യം. പിന്നെ എന്താണ് ജനാധിപത്യം എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് അംബേദ്കർ പറയുന്നുണ്ട്. ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ അത് പല തട്ടുകളിലായിട്ട് കിടക്കുന്ന സമൂഹമാണ്. പലതരത്തിൽ, ഇപ്പൊ ജാതിയെ പോലെ ഒരു ശ്രേണീകൃത വ്യവസ്ഥയുണ്ട്, ലിംഗപരമായിട്ടുള്ള വിവേചനമുണ്ട്, ഭാഷാപരമായിട്ടുള്ള വിവേചനമുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സമൂഹം ബഹുസ്വരാണെന്ന് പറയുമ്പോൾ തന്നെ ആ ബഹുസ്വരത എന്ന് പറയുന്നത് ഒരു ഈക്വൽ ഗ്രൗണ്ടിലല്ല, അത് ഒരു സമമായ ഗ്രൗണ്ടിൽ നിൽക്കുന്നതല്ല. അതിൽ ഉച്ചനീചത്വങ്ങളുണ്ട്, പലതരത്തിലുള്ള ഹൈറാർക്കികളുണ്ട്. അപ്പൊ ഈ ഹൈറാർക്കികൾ കുറച്ച് കൊണ്ടുവന്ന് എല്ലാത്തിനെയും സമനിരപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇന്ത്യൻ സൊസൈറ്റിക്കുള്ളിൽ നടക്കേണ്ടതുണ്ട്. ഈ ഇന്ത്യൻ സൊസൈറ്റിക്കുള്ളിൽ അത് നടക്കണമെങ്കിൽ പ്രധാനപ്പെട്ട 3 മൂല്യങ്ങൾ, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഈ 3 മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരന്തരമായി ഇന്ത്യൻ സൊസൈറ്റിയെ പുതുക്കി പണിതുകൊണ്ടേയിരിക്കണം. ഈ പണിയാണ് ജനാധിപത്യം. എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയെ റീഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു സമൂഹത്തെ പുനഃസംഘടിപ്പിക്കുക എന്ന് പറയുന്നതാണ് ജനാധിപത്യം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഈ 3 കാര്യങ്ങളുടെ സമത്വം, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം എന്ന് പറയുന്ന 3 മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരന്തരം പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ജനാധിപത്യം. അതെവിടെങ്കിലും നിലച്ചാല്, അതിനെവിടെയെങ്കിലും തടസ്സം വന്നാല് എന്താ ഉണ്ടാവുക? മോളിലെ ജനാധിപത്യം നടക്കും, എലക്ഷൻ നടക്കും, എണ്ണല് നടക്കും, വോട്ട് കൂടുതൽ കിട്ടലും ജയിക്കലും ടെക്നിക്കൽ പ്രോസസ് അങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷേ ഈ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് തടസ്സപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഫ്രെയിമിൽ കൂടെ, ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്ന ചട്ടക്കൂടിലൂടെ ഇതുവരെ കടന്നു വരാത്ത ഫാസിസത്തിന് കടന്നിരിക്കാൻ പറ്റും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയിൽ ഈ ഫാസിസം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മൾ അവരുടെ വളർച്ച മാത്രമല്ല കാണേണ്ടത്, ഈ പ്രോസസ്സ് തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇന്ത്യൻ സൊസൈറ്റിയിലെ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സൊസൈറ്റിയെ ഇങ്ങനെ നിരന്തരം പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുന്ന പണി എവിടെ വെച്ച് നിന്നു എന്ന് ആലോചിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഒരു ഇലക്ഷൻ പ്രോസസ്സ് വന്ന പിന്നെ യഥാർത്ഥത്തിൽ ജനാധിപത്യ ബോധ്യത്തിന് അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ട്. ആ തടസ്സം ഉണ്ടാവാൻ കാരണം ഈ മതങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ അധികാരത്തിലേക്കുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞ ഇതായി. നിങ്ങൾ ഇന്ത്യൻ സമൂഹത്തിന്റെ മുന്നിൽ വലിയ തരത്തിൽ അത് പുതുക്കി പണിയേണ്ട കാര്യമൊന്നും പറയണ്ട, നിങ്ങൾ ഒരു തരത്തിൽ സംസാരിക്കണ്ട. മറിച്ച് എങ്ങനെങ്കിലും വോട്ട് പെട്ടിയിലാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഗിമ്മിക്കുകൾ നടത്തി കഴിഞ്ഞാൽ അത് ജനാധിപത്യം അല്ലാന്ന് ആരും പറയില്ല, ജനാധിപത്യ പ്രക്രിയയാണെന്ന് പറയും. പക്ഷെ ഇപ്പൊ ഈ ഫ്രെയിമിൽ കൂടെ കയറിയിരിക്കുന്നത് വലിയ ഫാസിസമായിരിക്കും. ഇത് ഒരു പക്ഷേ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഈ 47-ന് ശേഷം, ഇപ്പം ഈ പറയുന്ന 48-ൽ ഗാന്ധി വധിക്കപ്പെടുന്നു. ഗാന്ധി വധിക്കപ്പെട്ടതിന് ശേഷം 1.5 കൊല്ലം RSS പുറത്തു വെക്കുന്നു. എങ്ങനെയാണ് തിരിച്ചു വന്നതെന്ന് പറയുന്നത് വളരെ പഠന വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. 1.5 വർഷമാണ് പുറത്തു നിന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം അറസ്റ്റ് ചെയ്യുന്ന ഗോൾവാൾക്കറെയാണ്, സവർക്കറെയല്ല. 48 ജനുവരി 30-ന് ഗാന്ധി മരിക്കുന്നു. ഫെബ്രുവരി 3-ന് ആരെ അറസ്റ്റ് ചെയ്യുന്നു? ഗോൾവാൾക്കറെ അറസ്റ്റ് ചെയ്യുന്നു. ഫെബ്രുവരി 4 ആയപ്പോൾ RSSനെ നിരോധിക്കുന്നു. ആ നിരോധിച്ച കടലാസ് ഇപ്പോഴും ഉണ്ട്. ഒരു എന്താ പറയുക, വിരോധാഭാസം എന്ന് പറയട്ടെ, ആ കമ്മ്യൂണിക്കെ പുറത്തിറക്കിയത് സർദാർ പട്ടേലാണ്. ഇപ്പം സർദാർ പട്ടേലിന്റെ പ്രതിമയാണ് അവര് വലിയ പ്രതിമയായിട്ട് ഉണ്ടാക്കി വെച്ചത്. സർദാർ പട്ടേലാണ് ഇവരെ നിരോധിച്ച ഉത്തരവ് കമ്മ്യൂണിക്കെ ആദ്യം പുറത്തിറക്കുന്നത്. അതിൽ വ്യക്തമായിട്ട് പറയുന്നത് കൊലയും കൊള്ളിവയ്പും ഭീകരപ്രവർത്തനവും നടത്തുന്ന സംഘമാണ് RSS എന്നാണ് പറയുന്നത്. അത് നിരന്തരമായി സ്റ്റേറ്റിൽ അൺറസ്റ്റ് ഉണ്ടാക്കി, നിരന്തരമായി അസ്വസ്ഥതകൾ ഉണ്ടാക്കി. അസ്വസ്ഥതകളുടെ അവസാനം ഗാന്ധി വധിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പൊ അന്ന് നിരോധന ഉത്തരവ് ആദ്യം ഇറങ്ങുന്നത് ഡൽഹിയിൽ മാത്രമാണ്. അന്നത്തെ ഈ പറയുന്ന തരത്തിൽ യൂണിയൻ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ആയിട്ടില്ല, നമ്മുടെ ഭരണഘടന ഒന്നും ഇറങ്ങിയിട്ടില്ല, ഭരണഘടന അസംബ്ലി പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോ അന്ന് ആദ്യം ഡൽഹി പരിസരത്ത് നിരോധിക്കുന്നു. അതിനുശേഷം പ്രോവിൻസസുകളിൽ, ഈ പ്രവിശ്യകളിലും നിരോധിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മുഴുവൻ അറസ്റ്റിലാവുന്നു, സംഘടനയുടെ പ്രവർത്തനം നിലയ്ക്കുന്നു. ആ സമയത്ത് നമുക്ക് നെഹ്റുവിനെ പോലെ വളരെ ഗംഭീരമായി ഇതൊരു ഫാസിസ്റ്റ് കക്ഷിയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരാളുണ്ടായിരുന്നു. ശരിക്കും ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ചു കഴിഞ്ഞാൽ 2 പേരാണ് RSSനെ ആ കാലത്ത് തന്നെ അതിന്റെ ഫാസിസ്റ്റ് സ്വഭാവം മനസ്സിലാക്കിയിരുന്നു. ഒന്ന് ഗാന്ധിയാണ്. ഗാന്ധി എങ്ങനെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഒരു യുക്തിയുടെ പുറത്തൊന്നുമല്ല, മറിച്ച് ഗാന്ധിയിൽ എപ്പോഴും ഉണ്ടാവുന്ന തരത്തിൽ വളരെ സഹജമായ തരത്തിലാണ് ഗാന്ധി ഈ മനസ്സിലാക്കുന്നത്. ഗാന്ധിയെ ഡൽഹിയിൽ അൺറസ്റ്റ് ഉണ്ടാക്കുമ്പോൾ, ഡൽഹിയിൽ ഇവർ വലിയ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗാന്ധി അവിടെ എത്തുന്നത്. കൽക്കട്ടയിലൊക്കെ നടന്ന് നവഖലി, ബീഹാർ ഇവിടെയൊക്കെയുള്ള ലഹള ശമിപ്പിച്ച് കൽക്കട്ടയിൽ എത്തുമ്പോൾ ഇവർ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗാന്ധി RSS ക്യാമ്പിൽ പോകുന്നുണ്ട്. വസന്തറാവു ഓക്ക് എന്ന് പറയുന്ന ഗോൾവാൾക്കറുടെ വലങ്കൈ തന്നെ വിളിച്ചിട്ട് അവർക്കൊരു മറ വേണമായിരുന്നു. അവർക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങളല്ല ഈ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത്, പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള അഭയാർത്ഥികളാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു മറ വേണമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിയെ വിളിക്കുന്നുണ്ട്. ഗാന്ധി എല്ലായിടത്തും ചെയ്യുന്ന പോലെ അവരുടെ ക്യാമ്പിലും പോയിട്ട് അവർക്കെതിരെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഗാന്ധിയെ ഏറ്റവും വലിയ ഹിന്ദു എന്നൊക്കെ അവിടെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഗാന്ധി പറയും, ഞാൻ ഹിന്ദു തന്നെയാണ്, ഒരു സംശയവും ഇല്ല, ഹിന്ദു മതം എനിക്ക് ഒരുപാട് മൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം എന്ന് പറയുന്നത് അന്യമതസ്ഥരോട് എങ്ങനെ ഇക്വാളിറ്റി പെരുമാറണം എന്നുള്ളതാണ്, അന്യമതത്തിന് അംഗീകരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദുവാണ് എന്നതിന്റെ അർത്ഥം ഞാൻ എങ്ങനെ മുസ്ലിമിനോട് പെരുമാറുന്നു എന്നുള്ളത് വെച്ചാണെന്ന് പറഞ്ഞു വളരെ ഷാർപ്പായിട്ടുള്ള ക്രിറ്റിസിസം ഗാന്ധി അവിടെ ഉന്നയിക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോ ഗാന്ധി ആ ക്യാമ്പിൽ നിന്ന് തിരിച്ചു വരുമ്പോ ആ സമയത്ത് ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ പ്രധാനിയായിരുന്ന ഒരാൾ സുശീല നയ്യാറാണ്. സുശീല നയ്യാർ എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ സെക്രട്ടറി ആയിരുന്ന പ്യാരലാലിന്റെ സഹോദരിയാണ്, ഗാന്ധിയുടെ പേഴ്സണൽ ഡോക്ടർ ആയിരുന്നു. സുശീല നയ്യാർ പറയുന്നുണ്ട്,
RSSകാര് പടിഞ്ഞാറൻ അതിർത്തിയിൽ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ആ വിഭജനം നടന്ന ആ ഭാഗത്ത്, പഞ്ചാബിന്റെ ഭാഗത്ത് അവർ ക്യാമ്പുകളിൽ വലിയ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന മട്ടിൽ അവരെ സ്തുതിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഗാന്ധി തടയിടുന്നുണ്ട്. ഗാന്ധി നമുക്ക് അറിയാത്ത, ഒരുപക്ഷെ ഗാന്ധി സാധാരണ രീതിയിൽ സംസാരിക്കാത്ത രീതിയിൽ മുസോളിനിയെ കുറിച്ചും ഹിറ്റ്ലറെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അവർ മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും പാത പിന്തുടരുന്ന ആളുകളാണെന്ന് ഒരു സംശയത്തിനും വകയില്ലാത്ത രീതിയിൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നുണ്ട്. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സംഭവിക്കുന്നത്. അത്ര ഷാർപ്പായിട്ടുള്ള ക്രിറ്റിസിസം വെക്കുന്നുണ്ട്. രണ്ടാമത് നെഹ്റുവിന് ഇവര് വളരെ മുമ്പേ, ഒരുപക്ഷെ നെഹ്റുവിൻ്റെ ഒരു ലോക ചരിത്ര ജ്ഞാനം കൊണ്ട് വളരെ മുമ്പേ ഇവരുടെ ഫാസിസ്റ്റ് സ്വഭാവം പിടികിട്ടിയിരുന്നു. അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ നെഹ്റു ആണ് യഥാർത്ഥത്തിൽ ഇവരുടെ നിരോധനത്തിന്റെ പിന്നിൽ ഏറ്റവും ഷാർപ്പായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ള ഒരാളെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പൊ ഇവരെ നിരോധിക്കുന്നു. നിരോധിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന തരത്തില് ഗോൾവാൾക്കർ പുറത്തു വരുന്നുണ്ട്. ആ സമയത്ത് നെഹ്റു എഴുതിയ കത്തുകൾ നോക്കിയാൽ അറിയാം അന്നത്തെ നിയമത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ് ഇദ്ദേഹത്തിനെ പുറത്തു വിടുന്നത്. നിരോധനം അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ ജയിലിലായ ആളുകളെ പുറത്തു വിടുന്നുണ്ട്. അപ്പൊ പുറത്തു വരുമ്പം ആ കത്തുകളിൽ പറയുന്നുണ്ട് നിയമപ്രകാരം നമുക്ക് ഡീറ്റൻഷൻ ഇത്രയും നിർത്താൻ പറ്റുള്ളൂ. നമ്മൾ 2 കാര്യം ആലോചിക്കണം. ഒന്ന്, നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മൂല്യങ്ങൾ, നമ്മൾ ഒരാളെ നിയമത്തിന്റെ അപ്പുറത്ത് പിടിച്ചിടരുത്, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇവർ ഫാസിസ്റ്റുകളാണ് താനും എന്നുള്ളത് നിരന്തരമായിട്ട് ചുറ്റും ഉള്ള ആളുകൾക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നെഹ്റുവിനെ എപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ പോലും അവർ പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന പോലെ പുഞ്ചിരിയോടെ തിരിച്ചു വന്നു എന്നാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ RSSനെതിരെ ഒരു ചാർജും ചുമത്താൻ ഇല്ലാത്തത് കൊണ്ട് നിരോധനം പിൻവലിക്കേണ്ടി വന്നു, അങ്ങനെ അവർ പ്രവർത്തിച്ചു എന്നുള്ളത്. 2, 63 റിപ്പബ്ലിക് ദിന പരേഡിൽ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ 2 കഥയാണ് അവരെ പ്രധാനപ്പെട്ട, എന്ന് പറഞ്ഞാൽ ദേശീയധാരയിലേക്ക് മടങ്ങി വന്നതിനെ അവർ ന്യായീകരിക്കാൻ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിരോധനം പിൻവലിച്ചതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ, ആ ഡിസ്കോഴ്സ് മുഴുവൻ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവര് 6 മാസം കഴിഞ്ഞപ്പോൾ ഗോൾവാൾക്കറെ പുറത്തു വിടുന്നു. ഗോൾവാൾക്കർ നാഗ്പൂരിൽ വിട്ടു പോകരുതെന്ന് പറയുന്ന നിബന്ധനയിലാണ് പുറത്തു വിടുന്നത്. എന്ന് പറഞ്ഞാൽ നാഗ്പൂരിന്റെ പ്രവിശ്യ വിട്ട് പുറത്തു പോകണമെങ്കിൽ ഈ മജിസ്ട്രേറ്റിൻ്റെന്നോ പോലീസ് അധികാരികളിൽ നിന്നൊക്കെ അനുവാദം വാങ്ങണം. അനുവാദം വാങ്ങിയിട്ട് ഗോൾവാൾക്കർ പോകുന്നത് പട്ടേലിനെ കാണാനാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ പട്ടേലിനെ കണ്ട് നിരോധനം പിൻവലിക്കാൻ ആവശ്യപ്പെടാനാണ് ഗോൾവാൾക്കറുടെ ആദ്യത്തെ ഡൽഹി യാത്ര എന്ന് പറയുന്നത്. പട്ടേലിനെ കാണുന്നുണ്ട്. അപ്പോൾ പട്ടേൽ ആ കാര്യങ്ങൾ നെഹ്റുവിനെ ധരിപ്പിക്കുന്നുണ്ട്. പട്ടേൽ പറയുന്നത്, ആ കത്തിൽ, നെഹ്റുവിന് എഴുതിയ കത്തിൽ പറയുന്നത്, ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, 2 കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കണം. ഒന്ന്, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഭീകര സംഘമായിട്ട് നിൽക്കാൻ പാടില്ല. നിങ്ങൾ ജനാധിപത്യ സംഘമായി നിങ്ങൾ പുനഃസംഘടിപ്പിക്കുമെങ്കിൽ, നിങ്ങൾ തന്നെ മാറുമെങ്കിൽ നമ്മൾ അത് പരിഗണിക്കാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ആദ്യത്തെ കാര്യം പറയുന്നത് ദേശീയ പതാകയെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുന്നിൽ ത്രിവർണ പതാകയുടെ രക്ഷാധികാരികളായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഇവർ, അല്ലെങ്കിൽ ദേശീയത നിർവചിക്കുന്ന ഇവർ ദേശീയ പതാകയെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവര് കാവിക്കൊടിയാണ്, ഭഗവധ്വജാണ്, ജെറുവ ഫ്ലാഗ് ആണ്, ശിവജിയുടെ 2ആയി പിളർന്ന ആ കൊടിയാണ് ദേശീയ പതാകയാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പൊ അത് നിങ്ങൾ പിൻവലിക്കണം, അതിൽ നിന്ന് പിന്മാറണം. ഇന്ത്യ പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഈ ത്രിവർണ പതാക നിങ്ങൾ അംഗീകരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഭരണഘടനാ അസംബ്ലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭരണഘടനാ അസംബ്ലിയെ നിങ്ങൾ അംഗീകരിക്കണം. ഇവർ അംഗീകരിച്ചിട്ടില്ല. ഇവർ നിരന്തരമായി ഓർഗനൈസറിൽ ആ സമയത്ത് ഗോൾവാൾക്കറൊക്കെ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലെ ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്ത് എപ്പോഴും മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയ, അല്ലെങ്കിൽ സ്മൃതികളെയും ശ്രുതികളെയും പുരാണങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭരണഘടനയാണ് ഉണ്ടാവേണ്ടത്. അതിന് പകരം വെസ്റ്റേൺ ആയിട്ടുള്ള പടിഞ്ഞാറൻ മൂല്യങ്ങളെ കൊണ്ടുള്ള ഒരു സെക്യുലർ ഭരണഘടനയാണ് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു കാരണവശാൽ അംഗീകരിക്കുക മാത്രമല്ല, അതിനെതിരെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നുള്ള നിലയിലായിരുന്നു അവർ നിന്നിരുന്നത് ഈ പറയുന്ന നിരോധനത്തിന് മുമ്പ്. അപ്പൊ രണ്ടാമതായിട്ട് പട്ടേൽ ആവശ്യപ്പെടുന്നത് ഈ നിരോധനം, ഈ പറയുന്ന ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കണം. ഇത് രണ്ടും അംഗീകരിക്കുന്നവർ.
ഇത് രണ്ടും അംഗീകരിച്ചിട്ട് അവര് വീണ്ടും നിരോധനം പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ അപ്പോഴും സമ്മതിക്കുന്നില്ല. അപ്പോ വെക്കുന്ന നെഹ്റു ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ആ ഗവൺമെന്റും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഗവൺമെന്റ് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അല്ല, സർവകക്ഷി ഗവൺമെന്റ് ആണ്. ഈ പറയുന്ന കക്ഷിയുടെ RSSന്റെ രാഷ്ട്രീയ കക്ഷി എന്ന് വിളിക്കാവുന്ന ഹിന്ദു മഹാസഭയുടെ ശ്യാമപ്രസാദ് മുഖർജിയും അതിനുള്ളിലെ ഒരംഗമാണെന്ന് കൂടി ഓർക്കണം. എല്ലാ പാർട്ടിയിലും പെട്ടിട്ടുള്ള ആളുകൾ ചേർന്നിട്ടുള്ള ഗവൺമെന്റ് ആണ്. അവര് പറയുന്നത് നിങ്ങളൊരു ജനാധിപത്യ സംഘടന ആവണം എന്ന് പറഞ്ഞാൽ ഇന്ന് RSSൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് യാതൊരു തെളിവുമില്ല. കാരണം ഒരു സർസംഘചാലക്ക് അവിടെ നിൽക്കുന്നുണ്ട്, ഗോൾവാൾക്കർ അവിടെ ഉണ്ട്. ബാക്കി ആരൊക്കെയാണ് നിങ്ങളുടെ ഭാരവാഹികൾ ഒരാൾക്കും അറിയില്ല. എവിടെയാണ് നിങ്ങളുടെ അംഗത്വ രജിസ്റ്റർ ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഈ ഗോഡ്സെ കോടതിയിൽ കൊടുത്ത പ്രസ്താവന RSS ഒരു പക്ഷേ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഒരു നിതാന്തമായിട്ടുള്ള നിരോധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഗോഡ്സെ അവിടെ മൊഴി കൊടുത്ത് ഞാൻ RSSകാരനായിരുന്നു എന്നാണ്. RSSകാരനാണ് എന്നല്ല. ഇത് തെളിയിക്കാൻ പോലീസ് നോക്കിയൊക്കെ കിട്ടില്ല, അംഗത്വ രജിസ്റ്റർ ഇല്ല, യാതൊരു സംഗതിയും ഇല്ല, രേഖകളും ഇല്ല. അപ്പൊ അങ്ങനെയാണ് ഗോഡ്സെ രക്ഷിച്ചത്. ഗോഡ്സെ RSSനെ അവസാനം തൂക്കിലേറ്റാൻ പോകുന്നതിന് മുമ്പ് രക്ഷിച്ചെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തതെന്ന് പറയാം. അപ്പൊ പറഞ്ഞു നിങ്ങൾ അംഗത്വ രജിസ്റ്റർ ഉണ്ടാക്കണം. മാത്രമല്ല അംഗത്വ രജിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ഒരാൾ നിങ്ങളുടെ സംഘത്തിൽ ചേരാൻ വരികയാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും അനുമതി പത്രം വേണം, പിതാവിൻ്റെയും മാതാവിൻ്റെയും അനുമതി പത്രം വേണം. ഇനി പിതാവോ മാതാവോ ഒരു കത്ത് കൊടുത്തയക്കുകയാണ്, നാളെ തൊട്ട് ഇയാളെ അവിടെ പ്രവേശിപ്പിക്കരുത്, നിങ്ങളുടെ സംഘത്തിൽ നിന്ന് വിടുവിക്കണം എന്ന് പറഞ്ഞാൽ വേറെ ചോദ്യമൊന്നും ചെയ്യാതെ അയാളെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ അത്തരം നിബന്ധനകളൊക്കെ ചേർത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കി. എന്ന് പറഞ്ഞാല് ബാലാസാഹബ് ദേവരസ് എന്ന് പറയുന്ന പിൽക്കാലത്തെ ഗോൾവാൾക്കർക്ക് ശേഷം സർസംഘചാലക്കായ അദ്ദേഹത്തിന് അധ്യക്ഷനായ ഒരു സമിതി RSSന് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കി. RSSന് ഒരു ഭരണഘടന കാണിക്കാൻ വേണ്ടിയിട്ട്, നിരോധനം പിൻവലിക്കാൻ വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കി. അതിൽ ഈ കണ്ടീഷനൊക്കെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നത്തെ കൊല്ലം 49 ജൂലൈയിൽ അവർക്ക് പ്രവർത്തനാനുമതി നൽകുന്നത്. ഈ പ്രവർത്തനാനുമതി നൽകുന്ന ആ ഒരു കമ്മ്യൂണിക്കെ വായിച്ചാലും നമുക്ക് മനസ്സിലാവും, അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യം ഇത് താൽക്കാലികമായ അനുമതിയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇനി മുതൽ പ്രവർത്തിച്ചു കൊള്ളാനുള്ള അനുമതിയല്ല, താൽക്കാലികമായ അനുമതിയാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനോ യൂണിയൻ ഗവൺമെന്റിനോ ഇതിനെ നിരോധിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ താൽക്കാലികമായ പ്രവർത്തന അനുമതിയിലാണ് യഥാർത്ഥത്തിൽ ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നത്. നിയമപരമായിട്ട് തന്നെ പ്രവർത്തിച്ചു വരുന്നതെന്ന് ഓർക്കണം. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ ലംഘിക്കാണ് പിൽക്കാലത്ത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് RSS രണ്ടാമത് വരുന്നത്. അതിനിടയിൽ അവരൊരു കാര്യം ഉണ്ടാക്കി. ബൽരാജ് മധോക് എന്ന് പറയുന്ന പിൽക്കാലത്ത് ജനസംഘത്തിന്റെ നേതാവും RSSന്റെ നേതാവും പിന്നീട് RSS ആയിട്ട് തെറ്റി പിരിയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ബൽരാജ് മധോക് എന്ന് പറയുന്ന ഡൽഹിക്കാരൻ. ജമ്മുന്ന് വന്നാണ്, ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന രംഗം. ഈ RSSന് നിരോധിച്ചപ്പോ ബൽരാജ് മധോക്കിന്റെ നേതൃത്വത്തിൽ ABVP എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നു. എന്ന് പറഞ്ഞാൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്ന് പറയുന്ന ഇന്ന് സംഘപരിവാർ സംഘടനയായിട്ടുള്ള ആ സംഘടന ഉണ്ടായത് സാധാരണഗതിയിൽ സംഘപരിവാർ സംഘടനയായിട്ടല്ല. എന്ന് പറഞ്ഞാൽ RSS ഉണ്ടാക്കിയ ഒരു സമിതിയല്ല അത്. RSSനെ നിരോധിച്ചപ്പോ ഇതിന് പ്രവർത്തിക്കാനായി, എന്ന് പറഞ്ഞാൽ ഈ RSSകാർക്ക് പ്രവർത്തിക്കാനായി മറ്റൊരു സംഘടനയുടെ ഒരു മുഖം മൂടി വേണമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ സംഘടനയാണ് ABVP. അപ്പൊ ഇവർ ഈ നിരോധനം അതിജീവിക്കാനായി പല പണികളും ഈ തരത്തിലും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇതെല്ലാം ചേർന്നിട്ട് ഇപ്പൊ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം, അതിനുശേഷമുള്ള നിരോധനം, ഈ കാലം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇരുണ്ട കാലഘട്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യത്തിന്റെ ഒപ്പം ഇന്ത്യ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലാണ് അതുവരെ അവർ ചലിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനം എന്ന് പറയുന്ന വലിയ ലക്ഷ്യത്തിന് വേണ്ടി, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ലക്ഷ്യത്തിന് വേണ്ടി വളരെ വിഗറസ് ആയിട്ടാണ് സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പ് ശേഷവും അവര് പ്രവർത്തിച്ചിരുന്നത്. ഒരു പക്ഷെ അത് സംഭവിക്കുകയോ കൂടി ചെയ്യുമായിരുന്നു. കാരണം വിഭജനം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. വളരെ അവരെ സംബന്ധിച്ചിടത്തോളം സുവർണാവസരം എന്ന് നമ്മളെ ഒരു നേതാവ് പറഞ്ഞ പോലെ സുവർണാവസരമായിരുന്നു. കാരണം എന്താ, മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം ഉണ്ടാവുന്നു, ഒരു ഇസ്ലാമിക തത്വങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു രാജ്യം ഉണ്ടാവുന്നു.
ഈ രാജ്യം ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് വില പോകുന്ന ഒരു കാര്യമാണ്. ആ സമയത്ത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ അത് വില പോകുന്ന കാര്യമാണ്. ഇതാണ് അവർ മുന്നോട്ട് വെച്ചത്. എങ്ങനെയാണ് ഇത് തടയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ ഒരു ഇന്ത്യൻ ജനതയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു സല്യൂട്ട് ഉണ്ട്. അത് ചെറിയ കാര്യമല്ല. അവരിൽ ഈ വിഭജനം ഉണ്ടായപ്പോൾ നിങ്ങൾ നോക്കുക, വിഭജനം ഉണ്ടായപ്പോൾ ആരാ പാകിസ്ഥാനിൽ പോയത്? പാകിസ്ഥാനിൽ പോയ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചാബിലും ബംഗാളിലും ഉള്ള മുസ്ലിങ്ങളാണ് ബഹുഭൂരിപക്ഷം. എന്ന് പറഞ്ഞാൽ എവിടെയാണോ വിഭജനം നടന്നത് അവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമേ പോയുള്ളൂ. പാകിസ്ഥാനിലുള്ളതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ അപ്പൊ ഇന്ത്യയിലുണ്ട്, പോയിട്ടില്ല. ഒരാളും പോയില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇവര് നിരന്തരം അപരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്ന ഇപ്പോ ഇന്ത്യക്കുള്ളിലെ മുസ്ലിങ്ങളൊക്കെ തന്നെ രാജ്യസ്നേഹം എന്താണെന്ന് തെളിയിച്ച മനുഷ്യരുടെ മക്കളും സന്തതി പരമ്പരകളുമാണ്. അവർ പോയില്ല. അവർക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ ഉണ്ടായി, അവിടെ പോവാം, വേണ്ട എനിക്ക് ഇന്ത്യ മതി എന്ന് പറഞ്ഞിട്ട് നിന്ന ആൾക്കാരാണ്. അവരുടെ മക്കളെയും സന്തതി പരമ്പരകളെയാണ് ഇവര് ഇപ്പം രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു വലിയ തരത്തിലുള്ള മറവിയിലേക്ക് മനുഷ്യരെ ഇട്ടത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അവരെ ശത്രു എന്ന് വിളിക്കാൻ പറ്റുന്നത് ആ മനുഷ്യരെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഏതെങ്കിലും സമുദായത്തിന് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അവർക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പോവാമായിരുന്നു, ഒരു ഇസ്ലാമിക് രാജ്യത്തിലേക്ക് പോവാമായിരുന്നു, പോയില്ല, അവരിവിടെ നിന്നു. അപ്പൊ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി. കാരണം പോകുന്നില്ല. ഇവിടുന്ന് പോവുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം എന്താ, മുസ്ലിംകൾ മുഴുവൻ എന്താ കണ്ടില്ലേ, അവർക്ക് ഒരു രാജ്യം അധിഷ്ഠിതമായ ഒരു രാജ്യം ഉണ്ടായപ്പോ കണ്ടില്ല, ഒക്കെ ഓടിപ്പോയി, ഒക്കെ അവിടേക്ക് പോയി. അപ്പൊ ബാക്കി ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെലവാകുന്ന ഒരു കറൻസി ആയിരുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങളാണ് അതിനെ ഒരു പക്ഷേ അന്ന് തടസ്സമിട്ടതെന്ന് പറയാം. അപ്പൊ ഇവരെന്ത് ചെയ്തു? അപ്പോഴാണ് ഈ ഭീകര സംഘടന എന്നുള്ള പണി തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ 46 ബീഹാറിൽ നടന്നിട്ടുള്ള വലിയ കൂട്ടക്കൊല എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്നും ഇന്ത്യൻ ചരിത്രത്തിൽ കാണാത്തൊരു കൂട്ടക്കൊലയാണ്. ജനോസൈഡ് എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തില് അന്ന് പ്രയോഗിക്കേണ്ടതാണ്. 46 ബീഹാറിലെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തു ഈ ഹിന്ദു വംശീയവാദികൾ. 10,000 പേരെ എങ്കിലും മരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത്, ഗുജറാത്ത് കലാപത്തിനെ ആണ് നമ്മൾ ജനോസൈഡ് എന്ന് വിളിക്കുന്നത്. ഗുജറാത്തിൽ 2002 നടന്നതാണ്. അതിലെ ഞാൻ കമ്പാരിസൺ ഒന്നും അതൊന്നും പാടില്ലാത്തതാണ്, എങ്കിൽ പോലും ഒരു പാഠശാലയ്ക്ക് വേണ്ടി പറയുന്നതാണ്. അതിന്റെ വൈകാരിക അംശം എടുക്കരുത്. ഒരാൾ മരിച്ചാലും 2 ആൾ മരിച്ചാലും കൊലപാതകം തന്നെയാണ്. എങ്കിൽ പോലും ഗുജറാത്ത് വംശഹത്യയെ നമ്മൾ വംശഹത്യ എന്ന് വിളിക്കുന്നതിലെ ഈ കൊലയുടെ പട്ടിക എന്ന് പറഞ്ഞാൽ 2000 താഴെയാണ്. 46 ബീഹാറിൽ 10,000 മുസ്ലിങ്ങളെങ്കിലും ചുരുങ്ങിയത് മരിച്ചിട്ടുണ്ട്. ജിന്ന പറയുന്നത് 30,000 ആണ്. ജിന്നയുടെ കണക്ക് നമുക്ക് എടുക്കണ്ട, അതൊരു എക്സാജറേറ്റഡ് വെർഷനാണെന്ന് വിചാരിച്ചോ. ഒഫീഷ്യൽ കണക്ക് തന്നെ 10,000 ആണ്. എന്തിനാ ഈ 10,000 പേരെ കൊന്നു? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ ആ തരത്തിൽ അഭിസംബോധന ചെയ്തിട്ടില്ല. ഒന്ന്, അന്ന് ജനോസൈഡ് എന്ന് പറയുന്ന പദപ്രയോഗം നിർവചിച്ചിട്ടില്ല, അത് ഓർക്കണം. 46 ഇത് വരുന്നത്. 48 UN എന്താണ് ജനോസൈഡ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. 48 UN ഡെഫിനീഷൻ നോക്കിക്കഴിഞ്ഞാൽ, ജനോസൈഡിനുള്ള വംശഹത്യക്കുള്ള ഡെഫിനീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ഒരു പ്രത്യേക വിഭാഗത്തെ, മതവിഭാഗത്തെ അല്ലെങ്കിൽ സാമുദായിക വിഭാഗത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒന്നിച്ച് പറയാവുന്ന ഒരു കൂട്ടത്തെ ഇല്ലാതാക്കുന്നതിനെ ജനോസൈഡ് എന്ന് വിളിക്കാം. ആ ഇല്ലാതാക്കൽ ഫിസിക്കൽ ആവണമെന്ന് മാത്രമല്ല, മെന്റലി പതുക്കെ അവരെ ഇല്ലാതാക്കാം. എന്ന് പറഞ്ഞാൽ അവരെ അപഹസിക്കുക, അവരെ അപരവൽക്കരിക്കുക, ഇവരെ രാജ്യദ്രോഹിയാണെന്ന് പറയുക, ഇവരെ ഈ പറയുന്ന പോലെ നമുക്കുള്ളിൽ 5-ാം പത്തിയാണെന്ന് സ്ഥാപിക്കുക. ഇതും ജനോസൈഡിന്റെ പരിധിപ്പെടും. 2, അവരുടെ സന്തതി പരമ്പരകൾ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ അതും ജനോസൈഡിന്റെ പരിധിപ്പെടും. നിങ്ങൾ അടിച്ചു നോക്കിയാൽ അറിയാം, UN എന്താണ് ജനോസൈഡ് എന്ന് അടിച്ചു നോക്കിയാൽ ഇതൊക്കെ ഇങ്ങനെ വരും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനോസൈഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമല്ല, നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന്. ന്യൂനപക്ഷങ്ങൾക്ക് മേൽ നിരന്തരമായി ജനോസൈഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ്. എന്ന് പറഞ്ഞാൽ ആ കാര്യം കൊണ്ട് തന്നെ ഭീകര സംഘടന എന്ന് വിളിക്കാം. ബീഹാറിൽ ഇവർ ചെയ്തതിന്റെ കാര്യം, ബീഹാറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനിലേക്ക് മുസ്ലിങ്ങൾ പോകുന്നില്ല. പാകിസ്ഥാനിലേക്ക് മുസ്ലിങ്ങൾ പോകുന്നില്ലെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് പറഞ്ഞയക്കണം. ബലം പ്രയോഗിച്ച് പറഞ്ഞയക്കണമെങ്കിൽ അവരുടെ മേൽ ആക്രമണം നടത്തണം.
അവരെ മേൽ അക്രമം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്കൊരു ചോയ്സ് ഉണ്ട്. പാകിസ്ഥാൻ അവിടെ ഉണ്ട്, പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാകിസ്ഥാൻ വാദത്തിന് ശക്തി പകരും, ആ വഴി വിഭജനം സംഭവിക്കും, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ പോകും. ബീഹാർ അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, ശ്രീകൃഷ്ണ സിൻഹയാണ് ഭരിക്കുന്നത്. അപ്പൊ ശ്രീകൃഷ്ണ സിൻഹയുടെ ആ ബീഹാറിൽ കലാപം ഉണ്ടാക്കി കഴിഞ്ഞാല് ജിന്നക്ക് ഇടപെടാനുള്ള ഒരു അവസരം കിട്ടുക. കാരണം ജിന്ന ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിച്ചു. ജിന്ന പാകിസ്ഥാന് വേണ്ടിയുള്ള കലാപം തുടങ്ങി വെക്കുന്നത് ഡയറക്റ്റ് ആക്ഷൻ ഡേ കൂടിയാണ്. 46 ഓഗസ്റ്റിലാണ് നടത്തുന്നത്. കൽക്കട്ടയിലാണ് അത് നടത്തുന്നത്. കൽക്കട്ട തെരുവുകൾ മുഴുവൻ രക്തം കൊണ്ട് നിറയുന്നുണ്ട്. ആ കലാപമൊക്കെ നടക്കുമ്പോൾ രക്തം കൊണ്ട് നിറയുന്നുണ്ട്. പക്ഷെ അത് വർഗീയ കലാപമായിരുന്നു. എന്ന് പറഞ്ഞാല് ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൊല്ലുന്നു, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുന്നു. ഒരിടത്ത് ജിന്നയുടെ മുസ്ലിം ലീഗ്, മറ്റേടത്ത് ഹിന്ദു മഹാസഭ. അങ്ങനെ വർഗീയതയുടെ ഒരു വലിയ പൊട്ടിത്തെറിയാണ് കൽക്കട്ടയിൽ നടന്നത്. 46 കൽക്കട്ടയിൽ നടക്കുന്നത്. ഈവൻ നവഖലിയിലും വലിയ കൊലപാതകങ്ങൾ നടന്നിട്ടില്ല. വലിയ അക്രമങ്ങൾ നടന്നെങ്കിലും വലിയ തരത്തിലുള്ള പലായനങ്ങൾ ഉണ്ടായെങ്കിലും കൊലപാതകത്തിന്റെ എണ്ണം കുറവാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്ന പോലെ ഗാന്ധി നവഖലിയെ ആദ്യം തന്നെ ശ്രദ്ധിച്ചു തുടങ്ങി. നിരന്തരമായി നവഖലിയിൽ ഒന്നുകിൽ തൻ്റെ വാക്കുകൊണ്ട്, തൻ്റെ എഴുത്തുകൊണ്ട്, അവസാനം തൻ്റെ പ്രസൻസ് കൊണ്ട്, തൻ്റെ ഭൗതികമായ സാന്നിധ്യം കൊണ്ടൊക്കെ ഇടപെടുന്നുണ്ട്. ബീഹാറിൽ അതല്ല നടന്നിട്ടുള്ളത്. ബീഹാറിൽ നവഖലിയിലെയോ കൽക്കട്ടയിലെയോ പോലെ വർഗീയമായ ഏറ്റുമുട്ടലല്ല. ഒരു സ്ഥലത്ത് മുസ്ലിം ലീഗും ഒരു സ്ഥലത്ത് ഹിന്ദു മഹാസഭയും നിന്നിട്ടുള്ള ഒരു അക്രമ പ്രവർത്തനങ്ങളല്ല നടന്നത്. അവിടെ ഏകപക്ഷീയമായ വംശഹത്യയാണ് നടന്നത്. അതിന്റെ കാരണം എത്രയേ ഉള്ളൂ, ജിന്നയുടെ ഡയറക്റ്റ് ആക്ഷന്റെ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കൽക്കട്ടയില് അവര് വർഗീയ ഡയറക്റ്റ് ആക്ഷന്റെ പ്രഖ്യാപിച്ചിട്ട് കൽക്കട്ടയെ വർഗീയമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കൊണ്ടുപോയെങ്കിലും അത് ബംഗാളി മാത്രം ഒതുങ്ങിയിരുന്നു. ബാക്കി ഒരു സ്ഥലത്തും ഈ വർഗീയത പരന്നില്ല. അപ്പോഴാണ് ഇവര് ഇറങ്ങിയിട്ട് ഈ പറയുന്ന ബീഹാറിലെ വമ്പൻ കൂട്ടക്കൊല സൃഷ്ടിക്കുന്നത്. ബീഹാറിൽ ആ കൂട്ടക്കൊലയുടെ ചെറിയ ചില സംഭവങ്ങൾ, അവിടുത്തെ മന്ത്രിയായിരുന്ന സയ്യിദ് മഹ്മൂദ് എന്ന് പറയുന്ന ആള് ഗാന്ധിയെ ബീഹാറിലേക്ക് ക്ഷണിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഗാന്ധിയെ ക്ഷണിക്കാൻ പോകുമ്പോൾ ഗാന്ധി നവഖലിയിലായിരുന്നു ബീഹാർ കലാപം നടക്കുമ്പോൾ. അപ്പൊ ഗാന്ധിക്ക് ഇതിന്റെ വോളിയം മനസ്സിലായിരുന്നില്ല, ഇതിന്റെ വ്യാപ്തി മനസ്സിലായിരുന്നില്ല. സയ്യിദ് മഹ്മൂദിന്റെ കത്ത് വായിക്കുമ്പോഴാണ് ഗാന്ധിക്ക് ഇതിന്റെ വലിപ്പം മനസ്സിലാവുന്നത്. ഇത് ഗാന്ധിയുടെ ഒരു സിക്സ് സെൻസ് വെച്ചിട്ട് ഈ പറയുന്ന പോലെ ഈ വലിയ വംശഹത്യയാണ് അവിടെ നടക്കുന്നതെന്ന് ആ പദം ഉപയോഗിക്കാതെ ഗാന്ധിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഗാന്ധിക്ക് കത്ത് കൊടുക്കുമ്പോൾ സയ്യിദ് മഹ്മൂദിന്റെ കത്ത് വായിച്ച് ഇപ്പൊ വായിക്കാൻ പറ്റില്ല നമുക്ക്, അത്ര ദയനീയ. ശ്രീകൃഷ്ണ സിൻഹയും സയ്യിദ് മഹ്മൂദ് കൂടിയാണ് ഈ ഗ്രാമങ്ങളിൽ പര്യടനത്തിന് പോകുന്നത്. ഒരു ഭാഗം ഞാൻ പറയാം. സരൺ ജില്ലയിലെ പൈഗംപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർ പോകുന്നത് പറയുന്നുണ്ട്. കുറെ സ്ത്രീകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ചെന്ന് അന്വേഷിക്കുമ്പോൾ ഒരു സ്ത്രീ പറയും, ഗ്രാമത്തിലെ കാവൽക്കാരനോട് എന്ന് പറഞ്ഞാൽ പോലീസുകാരനോട് ഞാൻ കരഞ്ഞപേക്ഷിച്ചു ലഹളക്കാർ വന്നപ്പോൾ എൻ്റെ മകനെ രക്ഷിക്കണം, ചെറിയ കുട്ടിയാണ്, കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ പോലീസുകാരൻ ചെയ്തത് ഈ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി 2 കഷ്ണമായിട്ട് മുറിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫാസിസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥ സംവിധാനത്തിലേക്ക് കയറിപ്പറ്റിയതിൻ്റെ ചരിത്രമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വർഗീയ കലാപങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സ്റ്റേറ്റും കൂടിയാണ്. പ്രത്യേകിച്ച് സ്റ്റേറ്റ് നേരിട്ട് അതിൻ്റെ ഒരു ഭരണ തലവനോ അല്ലെങ്കിൽ ഭരണ സംവിധാനമോ ഒക്കെ ഗുജറാത്ത് കലാപത്തിൽ എന്ന പോലെ പങ്കെടുത്തില്ലെങ്കിലും ഈ സ്റ്റേറ്റിനെ ചലിപ്പിക്കുന്ന ഈ പറയുന്ന ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റാൻ അവർക്ക് വളരെ മുമ്പേ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചർച്ചയിൽ പോവാം. ഇപ്പം അത് തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. രണ്ടാമത് ഇവർ പറയുന്നുണ്ട്, ഈ പൈഗംപൂരിൽ ഇടവഴി കൂടെ നടക്കുമ്പോൾ തലയോട്ടികളും എല്ലുകളും എൻ്റെ കാലിൽ തടഞ്ഞു എന്ന് പറയുന്നുണ്ട് ഈ സയ്യിദ് മഹ്മൂദ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൊല നടത്തിയിട്ട് ഇങ്ങനെ വേദറിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇവർ പോകുന്നത്. ഒരു വീട് കത്തിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ചുമരിൽ ഒരാൾ അങ്ങനെ മുഴുവനായി കത്തിക്കരിഞ്ഞ് ആ പ്രോസസ്സ് നേരിട്ട് കാണുന്നുണ്ട്. അവർ നേരിട്ട് ആ ദൃശ്യം കാണുന്നുണ്ട്. അവിടുന്ന് ഈ വേറൊരു സ്ത്രീ പറയുന്നുണ്ട്, എൻ്റെ 2 മക്കളെ രക്ഷിക്കാൻ ഞാൻ ഈ ലഹളക്കാരോട് കെഞ്ചി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബീഹാറിലെ മുസ്ലിംസ് പലരും ഈ പറയുന്ന തരത്തില്
വളരെ താഴ്ന്ന സാമ്പത്തികമായി താഴ്ന്ന ആൾക്കാരായിരുന്നില്ല. പലരും മിഡിൽ ക്ലാസ്സും അതിന് മുകളിലൊക്കെ പണമുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവര് ഈ സ്ത്രീ കെഞ്ചി പറയും, ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ പൊന്നും പണവും ഒക്കെ നിങ്ങൾക്ക് തരാം, എൻ്റെ ഈ 2 കുട്ടികളെ രക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവർ ഈ പൊന്നും പണവും വാങ്ങുകയും ചെയ്തു, ഈ 2 കുട്ടികളെയും കൊല്ലുകയും ചെയ്തു. തരേഗിന എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ, മസൗറി എന്ന് പറയുന്ന സ്ഥലത്താണ്, പാറ്റ്നയിൽ പോയവർക്ക് അറിയാം, ആ സ്ഥലത്ത് പോയവർക്ക് അറിയാം. ഈ മസൗറി എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇട്ട് മാത്രം ഈ കൊലപാതകം നടക്കുമ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആളുകളെ എവിടേക്കെങ്കിലും കയറി കിട്ടുന്ന ട്രെയിനിൽ കയറി പോവാൻ വേണ്ടി ഓടിയെത്തിയ മനുഷ്യരെ ആ സ്റ്റേഷനിലിട്ട് വെട്ടിക്കൊല്ലുന്നുണ്ട്. 100-ൽ താഴെ മനുഷ്യരെ അവര് വെട്ടിക്കൊല്ലുന്നുണ്ട്. ഈ സെയ്ദ് മഹമ്മൂദ് പറയുന്നുണ്ട്, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്, അപ്പോഴും ശവം ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന കാഴ്ച എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു വംശഹത്യയാണ് ബീഹാറിൽ അന്ന് നടന്നത്. ഈ വംശഹത്യ നടത്തിയത് ഈ പറഞ്ഞ പോലെ ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു. ഇതിങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പേടിച്ച്, കോൺഗ്രസ് ഗവൺമെന്റിന്റെ കീഴിലെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല. അപ്പോ ഈ സ്വാഭാവികമായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം വരാൻ പോകുന്ന കോൺഗ്രസ് ഗവൺമെന്റ് ആവും, അതിന്റെ കീഴിൽ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഓടി രക്ഷപ്പെടും. ബാക്കി ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിനുള്ള ഒരു വലിയ എളുപ്പം അവിടെ ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. ഇത് തടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ ഗാന്ധി തന്നെയാണ്. ഗാന്ധി ബീഹാറിലേക്ക് പോവാണ് ഈ പറയുന്ന റിപ്പോർട്ട് കിട്ടിയിട്ട്. ഗാന്ധിയുടെ ബീഹാർ പര്യടനത്തിലെ പ്രസംഗങ്ങൾ, ഒരുപാട് പ്രസംഗങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് പ്രസംഗിക്കും. അതിൽ മിക്കതും ബീഹാറിൽ പോയിട്ടുള്ള മനുഷ്യർക്കറിയാം. അവിടെ ബാങ്കിപ്പൂർ മൈതാനം എന്ന് പറയുന്ന വലിയ, പാറ്റ്നയിലെ വലിയ മൈതാനം, നമ്മുടെ ഒരു വടക്കുന്നാഥന്റെ മൈതാനത്തിന്റെ ഒക്കെ ഒരു 10 ഇരട്ടി വലിപ്പങ്ങളുള്ള ഒരു വലിയ മൈതാനാണ്. ഗാന്ധിയുടെ ഏറ്റവും ഉയരമുള്ള പ്രതിമ അവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഏറ്റവും ഹൈറ്റുള്ള പ്രതിമ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ അവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ ഈ ബാങ്കിപ്പൂർ മൈതാനത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്. അപ്പൊ ഇദ്ദേഹം നവഖലിയിൽ പോകുമ്പോ ഒരു കയ്യിലൊന്നുമില്ല, ഇതെങ്ങനെ തടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ആകെ ഗാന്ധിക്കുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് നിർത്തിയിട്ടേ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ, ഒന്നുകിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവും. ഞാൻ പരാജയപ്പെട്ട ഒരുപക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന ആശയം തന്നെ പരാജയപ്പെടുന്നു, വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ആകെ ഗാന്ധിക്ക് അറിയാവുന്ന കാര്യം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നപ്പോഴൊക്കെ ഇന്ത്യക്ക് വലിയ ഉത്കർഷം ഉണ്ടായിട്ടുണ്ട്. 1857 സ്വാതന്ത്ര്യ സമരമായാലും, ഒരുപക്ഷെ ഗാന്ധി വന്നതിന് ശേഷമുള്ള കാലത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായാലും, പിന്നീട് അങ്ങോട്ടോ സ്വാതന്ത്ര്യം കിട്ടുന്ന വരെയുള്ള എപ്പോഴൊക്കെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു മനസ്സായി ഒരുമിച്ച് നിന്നിട്ടുണ്ടോ അന്ന് മുഴുവൻ ഇന്ത്യ തിളങ്ങിയിട്ടുണ്ട്. എപ്പോഴൊക്കെ ആ ബന്ധത്തിൽ തടസ്സം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് ഇരുട്ടിലേക്ക് വീണിട്ടുണ്ട്. ഈ കാര്യമാണ് ഗാന്ധിക്ക് അറിയാവുന്ന. ഈ ചരിത്രം എന്ന് പറയുന്നത് പഠിപ്പിച്ചിട്ടുള്ള അതിനെ ഏറ്റവും വാറ്റിയെടുത്ത കാര്യം കൂടിയാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആളുകളോട് മുഴുവൻ സംസാരിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരരെ പോലെ കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു, അതിലേക്ക് തിരിച്ചു പോകണം എന്നാണ് ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നവഖലിയിൽ മുഴുവൻ പറയുന്നതാണ്. നമ്മൾ 2 കൂട്ടരും ഒരു ഒട്ടുവീഴ്ചയും ചെയ്യേണ്ട, ഒരു ആചാരത്തിലോ ആരാധനാ രീതികളിലോ ഒരു വ്യത്യാസം കൂടാതെ ഒരുമിച്ച് നിൽക്കാൻ കഴിയും, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സഹോദരരെ പോലെ ജീവിച്ച ഒരു കാലത്തെ ഓർക്കുക. അത് നമ്മൾ കൺമുമ്പിൽ കണ്ടതാണ്, ഖിലാഫത്തിന്റെ കാലത്ത് കൺമുമ്പിൽ കണ്ടതാണ്. അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിപ്പൂരിലെത്തുമ്പോൾ ഈ പറയുന്ന ഈ സ്ഥലങ്ങളിൽ കൂടിയൊക്കെ പോയി വന്നിട്ട് ഗാന്ധി നടത്തുന്ന പ്രസംഗത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ തരത്തിലുള്ള വളരെ സട്ടിലായിട്ടുള്ള ഒരു കവിക്ക് മാത്രമൊക്കെ കഴിയാവുന്ന കാര്യമാണ്. ബാങ്കിപ്പൂർ മൈതാനത്തിൽ ഒരു ദിവസം പ്രസംഗം തുടങ്ങുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരരെ പോലല്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അവർ സഹോദരരെ പോലെയാണ്, ആ സഹോദരരെ പോലെ ജീവിച്ച കാലം ഓർക്കണം, അതാണ് ഇന്ത്യക്ക് ഉത്കർഷം കൊണ്ടുവന്നത്, അതാണ് ഇന്ത്യയെ തിളക്കിയത്, അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മെസ്സേജ്. ഇങ്ങനെ പറഞ്ഞിരുന്ന ആൾ ഒരു ദിവസം തുടങ്ങുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരരെ പോലല്ല, മറിച്ച് അവർ സഹോദരർ തന്നെയാണ് എന്നാണ്. പോലെ എന്ന് പറയുന്ന വാക്കെടുത്ത് കളയാണ്. സഹോദരരെ പോലല്ല, മറിച്ച് സഹോദരർ തന്നെയാണ്. ഈ പ്രോസസ്സ് വലിയ തരത്തിലുള്ള ആളാണ്. ഞാൻ ആകെ ഇതുപോലെ ഒരു സംഭവം കണ്ടിട്ടുള്ള ഗുരുവിലാണ്. ഗുരു ഈ പറഞ്ഞ പോലെ ജാതി നിർമാർജനം, ജാതിക്കെതിരെ പറയുന്നുണ്ട്, നിരന്തരമായിട്ട് പറയുന്നുണ്ട്.
1914 രണ്ട് കവിത എഴുതുന്നുണ്ട്, ജാതി നിർണയവും ജാതി ലക്ഷണവും. ഈ രണ്ട് കവിത വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ പറയുന്ന ജാതി നിർമ്മാർജ്ജനത്തിനെ പറ്റിയൊന്നുമല്ല, ജാതി പോണമെന്നൊന്നുമല്ല, ജാതി ഇല്ല, ജാതി ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ്. ഇല്ലാത്തതിനെ പോണെന്ന് പറയാൻ പറ്റൂല. അതായത് ആണും പെണ്ണും പുണർന്നു കഴിഞ്ഞാൽ കുലം മുന്നോട്ട് പൊക്കോളും, മനുഷ്യകുലം മുന്നോട്ട് പൊക്കോളും, കുട്ടികളുണ്ടാവും, അതിങ്ങനെ പൊക്കോളും. അതില് നിങ്ങൾ ബ്രാഹ്മണൻ ഏത്, ദളിതൻ ഏത്, അല്ലെങ്കിൽ ശൂദ്രൻ ഏതെന്ന് പറഞ്ഞ പ്രശ്നമേ അല്ല. മനുഷ്യകുലത്തിന്റെ മുന്നോട്ട് പോക്കിന് ആണും പെണ്ണും മതി. അല്ലെങ്കിൽ ആ രണ്ട് ജാതി ഉണ്ട്, ആൺജാതി പെൺജാതി. ഇതിനപ്പുറത്തെ എല്ലാ ജാതിയും അത് വ്യാജമാണെന്ന് കണ്ടുപിടിക്കുന്നു. ഇതേപോലെ തന്നെ വലിയൊരു വികാസം ഗാന്ധിക്ക് ആ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ആ വികാസമാണ് ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരരെ പോലല്ല, മറിച്ച് അവർ സഹോദരർ തന്നെയാണ്, ഒരു ഉദരത്തിൽ നിന്ന് വന്നതാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്ന് പറയുന്ന വലിയ ഒരു രാഷ്ട്രീയ ആഴം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വലിയ അർത്ഥത്തിൽ ബീഹാറിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഗാന്ധിക്ക് ലക്ഷക്കണക്കിന് കത്തുകൾ കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഈ ജനോസൈഡിൽ പങ്കെടുത്തു, ഞങ്ങൾ മുസ്ലിങ്ങളെ ഓടിച്ചു, ഞങ്ങൾ മുസ്ലിങ്ങളെ കൊന്നു, ഞാൻ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര കത്ത കിട്ടിയെന്നറിയോ? ഗാന്ധി അതിനൊക്കെ മറുപടി പറയുന്നുണ്ട്, എന്നോടല്ല ഈ മാപ്പ് പറയേണ്ടത്, നിങ്ങൾ അവരെ കൊണ്ട് താമസിപ്പിക്കുക, നിങ്ങൾ ഓടിപ്പിച്ചു വിട്ട ആൾക്ക് വീണ്ടും വാസയോഗ്യമാക്കി കൊടുക്ക്. അങ്ങനെയാണ് ഹിസ്റ്ററിയിൽ പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ ഞാൻ മതത്തിൽ എന്ന പോലെ ഏതെങ്കിലും ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചാൽ ഹിസ്റ്ററിയിൽ, ചരിത്രത്തിൽ പ്രായശ്ചിത്താവില്ല. ചരിത്രത്തിൽ പ്രായശ്ചിത്തം ചെയ്യണമെങ്കിൽ നിങ്ങൾ അവർക്ക് എന്താണോ ദോഷം വരുത്തിയത് അതിനെ പരമാവധി തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കണം എന്ന അർത്ഥത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് വലിയ തരത്തിൽ ഈ മനുഷ്യൻ കയറിയിട്ടാണ് ഈ മഹാമേരു പോലെ നിന്നിട്ട് ഈ ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിന് തടയുന്നത്. കൽക്കട്ടയിലും നിങ്ങൾ ആലോചിക്കണം, ഈ ഇത് കഴിഞ്ഞ് ബീഹാറിൽ നിന്ന് നേരെ പോകുന്ന കൽക്കട്ടയിലാണ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 15 പതാക ഉയരുമ്പോൾ ഗാന്ധി കൽക്കട്ടയിലാണ്, അല്ലാതെ അവിടെയല്ല. കൽക്കട്ടയിലും അദ്ദേഹം ചെയ്യുന്നത് സുഹ്രവർദിയായിട്ട് ഒന്നിച്ച് താമസിക്കുക എന്ന് പറയുന്ന ഒരു വലിയ വേട്ടണക്കിന്റെ ബലിയഘട്ടയിലെ ഹൈദരി മനസ്സിൽ ഇപ്പോഴും ഭാഗ്യത്തിന് അതൊക്കെ നിലകയുന്നുണ്ട്. ഷോത്പൂർ ആശ്രമം തകർന്നു പോയി, അത് ആരും നോക്കാനില്ലാത്ത സെക്കൻഡ് ഹോം എന്ന് വിളിച്ചിരുന്ന സ്ഥലം അത് പൊളിഞ്ഞ് പാളീസായിട്ട് കിടക്കുന്നുണ്ട്. ഈ സ്ഥലം എപ്പോഴും നിൽക്കുന്നുണ്ട്. സുഹ്രവർദി മുസ്ലിം ലീഗുകാരനാണ്, ജിന്നയുടെ പാർട്ടിക്കാരനാണ്, പാകിസ്ഥാനിലേക്ക് പോകാൻ നിൽക്കുന്ന ആളാണ്. ഗാന്ധി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഹിന്ദു ആണെന്ന് പറയുന്ന ആള്, ഇന്ത്യക്കാരൻ, കോൺഗ്രസ്സുകാരൻ, ഇങ്ങനെ നിൽക്കുന്ന ആൾ. സുഹ്രവർദിയോട് ഗാന്ധി പറയുന്നത് 47 ആഗസ്റ്റ് 15 തടുത്തു നിർത്തി. ഗാന്ധി അവിടെ ഉള്ളത് കൊണ്ട് വലിയ കലാപം ഉണ്ടായിരുന്നില്ല. പക്ഷേ 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വലിയ കലാപത്തിലേക്ക് ബീഹാറിൽ പരാജയപ്പെട്ടതിന്റെ ക്ഷീണം തീർക്കാൻ മുസ്ലിങ്ങൾ മുഴുവൻ അവിടെ പാകിസ്ഥാനിൽ പോയി, സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് പോയി. ആ സമയത്ത് കൽക്കട്ട രക്തക്കളാക്കാണ് ഇവർ വന്ന് രക്തക്കളാക്കുമ്പോൾ ഗാന്ധി സുഹ്രവർദിയെ വിളിക്കും. സുഹ്രവർദി അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, ജിന്നയുടെ പാർട്ടിക്കാരനായിരുന്നു, പാകിസ്ഥാനിലേക്ക് പോകാൻ നിൽക്കുന്ന, ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക്, അന്നത്തെ ബംഗ്ലാദേശിലേക്ക് പോകാൻ നിൽക്കുന്ന ആള്. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ പറയുന്ന ഈ മേരേക്കാർ ആക്കിയത്തോ ദേക്കോ എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ പടിയാണത്. സുഹ്രവർദിയോട് പറഞ്ഞു, ഞാൻ ഹിന്ദു, നിങ്ങൾ മുസ്ലിം, ഞാൻ അർത്ഥനഗ്നം, നിങ്ങൾ കോട്ടു സൂട്ടിട്ട്, സുഹ്രവർദി കോട്ടു സൂട്ടിട്ട് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ, വെൽ ഡ്രസ്ഡ് ആണ്, നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആള്, ഞാൻ സസ്യാഹാരി, നിങ്ങൾ മാംസാഹാരി, നിങ്ങൾ ബംഗാളി, ഞാൻ ഗുജറാത്തി, രണ്ടറ്റത്ത് കിടക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് എനിക്കിടയിൽ എണ്ണമറ്റ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട കാര്യം, നമ്മൾ കുറച്ചു കാലം ഈ കൽക്കട്ടയിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചുള്ളത് കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ, പുറത്ത് തല്ലുമ്പോൾ നമുക്ക് രണ്ടാൾക്കും കൂടി ഈ വീട്ടിൽ ഒന്നിച്ച് താമസിക്കാം എന്ന് പറഞ്ഞിട്ട് 30 ദിവസം അവർ ഒന്നിച്ച് താമസിക്കുകയാണ്. ഒന്നിച്ച് താമസിക്കുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് അവിടെ നിൽക്കുകയാണ്. രണ്ട് പാർട്ടിക്കാർ, രണ്ട് രാജ്യക്കാരായി, രണ്ട് വ്യത്യസ്തതയുള്ള മനുഷ്യര്, രണ്ട് തരം ആറ്റിറ്റ്യൂഡുകളുള്ളവര്, ഇവര് സുഖമായിട്ട് ജീവിക്കുന്നു, ഒരു പ്രശ്നമില്ലാണ്ട് ജീവിക്കുന്നു. അതിലാണ് അവിടുത്തെ കലാപം നിൽക്കുന്നത്. പക്ഷെ അതും ഹിന്ദു മഹാസഭ തകർക്കാൻ നോക്കി, ആ വീട് കയറി ആക്രമിക്കുന്നുണ്ടെന്ന്, ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ ആ വീട് കയറി ആക്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് നിരാഹാര സമരത്തിലേക്ക് ഗാന്ധി നീങ്ങുന്നത്. അവിടെ വിട്ടുകൊടുക്കുന്നില്ല. ഈ 78 വയസ്സുള്ള ആള് നിരാഹാര സമരത്തിലേക്ക് പോകുന്ന അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല. അവിടെയാണ് 73 മണിക്കൂർ നിരാഹാരം ഇരിക്കുന്നത്. ആ കെട്ടിടത്തിന്റെ ഉള്ളിലാണ്. ആ 73 മണിക്കൂർ കൊണ്ട് കൽക്കട്ടയിൽ ഇവരെ സ്വപ്നം അവസാനിക്കുകയാണ്. പിന്നെ ഡൽഹിയിൽ വരികയാണ്. ഡൽഹിയിൽ വരുമ്പോ ഡൽഹിയിൽ ഇവരുടെ കാലാളുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി സെൻസിറ്റീവായ ആൾക്കാരായിരുന്നു. കാരണം പാകിസ്ഥാനിൽ നിന്ന് ഓടി വന്നവരാണ്.
വിഭജനം ഉണ്ടായപ്പോൾ കറാച്ചിയിൽ നിന്നും ലാഹോറിൽ നിന്നും സിന്ധിയിൽ നിന്നൊക്കെ ഓടി വന്നിട്ടുള്ള മനുഷ്യരെ മുൻനിർത്തിയിട്ട് അവരെ കൊണ്ട് ആക്രമിപ്പിക്കുകയായിരുന്നു. അവരെ കൊണ്ട് ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കണം. അപ്പൊ ഇവരെ കൊണ്ട് ഡൽഹിയിലെ എല്ലാ മുസ്ലിം വീടുകളിലും കയറി താമസിപ്പിക്കുകയാണ്. അവര് പാവങ്ങൾ ഓടി വന്നവരാണ്, അവരെ കയ്യിലൊന്നുമില്ല, അവർക്ക് വേണ്ടത്ര പാർപ്പിട സൗകര്യം ഇല്ല, മരുന്ന് പോലും ഇല്ല, പലരും രോഗികളാണ്. അവരോട് പറഞ്ഞു, നിങ്ങളെ അവിടെ ദ്രോഹിച്ചത് മുസ്ലിങ്ങളല്ലേ, നിങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ എല്ലാ വീട്ടിലും കയറി താമസിക്കാൻ പറയാണ്. ഇവര് അതനുസരിക്കുന്നു. മുസ്ലിം പള്ളികൾ മുഴുവൻ കൈയടക്കുന്നു. സ്വാഭാവികമായിട്ട് ഇവർ വിചാരിക്കുന്നത്, അന്നത്തെ ഈ RSS നേതൃത്വവും ഹിന്ദു വംശീയവാദികളും വിചാരിക്കുന്നത്, ഈ പണി ചെയ്താൽ ഡൽഹിയിലെ മുസ്ലിങ്ങൾ എവിടേക്ക് പോകും? പാകിസ്ഥാനിലേക്ക് പോകും. സ്വാഭാവികമായിട്ട് തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ ഇത് വളരെ എളുപ്പത്തിൽ ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ പിടിച്ച് എടുക്കാം എന്നാണ്. അവിടെയാണ് ഇയാൾ പോയിട്ട് വന്നിട്ട് 5 ദിവസം നിരാഹാരം. അവിടെ 13 തൊട്ട് 18 വരെ നിരാഹാരം കിടക്കുന്നു. ഈ നിരാഹാരത്തിന്റെ അവസാനം കണ്ടീഷൻ വെക്കുന്നു. ഇവരെല്ലാവരും ഈ പറയുന്ന തരത്തില് ഈ നിരാഹാരം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു പണിയായിട്ട് തരുന്നു. കണ്ടീഷൻ വെക്കുമ്പോ പറയുന്നത് ഡൽഹിയിലെ മുസ്ലിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടക്കണം, ഈ വീടുകളിൽ മുഴുവൻ താമസിക്കണം, ഇങ്ങനെ അവർക്ക് ഷോപ്പ് തുറക്കാൻ അനുവാദം കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്, പാകിസ്ഥാനിൽ പോയ മുസ്ലിമിന് തിരിച്ചു വരണം തോന്നിയാൽ അവനെ ആനയിച്ചു കൊണ്ടുവരണം, ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം പറയും ഖാജ ഖുത്ബുദ്ദീന്റെ ഖബറിൽ ഉറൂസ് നടക്കണം. ജനുവരി 27-നാണ് ഉറൂസ്. അത് നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം, എല്ലാവരും കൂടി ആഘോഷിക്കാം. അപ്പൊ ഗാന്ധി അവസാനമായി പോയ തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഖാജ ഖുത്ബുദ്ദീന്റെ ഖബറാണ്. അവിടെ പോയിട്ടാണ് ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞിരുന്ന മനുഷ്യൻ അവസാനം സന്ദർശിച്ച തീർത്ഥാടന കേന്ദ്രം ഏതാന്ന് ചോദിച്ചാൽ ഈ മെഹ്റോളിയിലെ ഖാജ ഖുത്ബുദ്ദീന്റെ ഖബറാണ്. അവിടെ പോയി 3-ാം ദിവസം അവിടെ പോകുമ്പോഴേക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഇന്നലെ വരെ കുത്തിക്കൊന്നിരുന്ന മനുഷ്യരെല്ലാവരും ഉറൂസ് ആഘോഷിക്കാൻ ഒത്തുകൂടുന്ന തരത്തിൽ മാനസികമായിട്ടുള്ള വ്യത്യാസം വരുത്തി. 3-ാം ദിവസം ഇങ്ങേര് വെടിവെച്ച് വീഴുകയും ചെയ്തു. അപ്പോൾ ഇത്രയും ഒരു ഹിസ്റ്ററി നമ്മുടെ മുന്നിലുണ്ട്. ഇത് ക്ലിയർ കട്ട് ഹിസ്റ്ററിയാണ്. ഇതില് ഒരു തരത്തിലുള്ള മായം കലർത്തിയ വാദം ഒന്നും വേണ്ടാത്ത തരത്തിൽ ക്ലിയർ കട്ട് ഹിസ്റ്ററിയാണ്. ഈ ഹിസ്റ്ററിയുടെ പുറത്താണ് പിന്നീട് അവർ കയറി വരുന്നത്. ഈ പറയുന്ന തരത്തിൽ 48-ല് 1.5 വർഷം പുറത്തു നിന്നു, അവരെ നിരോധിച്ചു. അവര് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഹിന്ദു മഹാസഭയെ ഉപേക്ഷിച്ചിട്ട് പുതിയ രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കി. ഈ രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കുമ്പോൾ അവർ ചർച്ച ശ്രദ്ധിക്കണം. അന്ന് ശ്യാമപ്രസാദ് മുഖർജിയാണ് ഈ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവായിട്ട് വരുന്നത്, ഭാരതീയ ജനസംഘം എന്ന് വിളിക്കുന്ന. ആ ചർച്ചയിൽ ഇവർ പറയുന്ന കാര്യം, ആ ഡോക്യുമെന്റ്സ് നോക്കിയാൽ ഇവർ പറയുന്ന കാര്യം, ഹിന്ദു എന്ന് പറയുന്ന വാക്ക് മിണ്ടരുത്, കാരണം ആൾക്കാർ കല്ലെടുത്തെറിയും. ഹിന്ദു മഹാസഭ ഇല്ല, അത് തുടരാത്തതിന്റെ കാരണം അതാണ്. ഹിന്ദു എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞാൽ, കാരണം സവർക്കറെ വീട് വരെ കയറി ആക്രമിച്ചു ഗാന്ധിവാദത്തിന് ശേഷം, മുഴുവൻ ആളുകളെയും പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാതായി. അത്തരം ഒരവസ്ഥ വന്നു. അപ്പൊ പറഞ്ഞു ഹിന്ദു എന്നുള്ള വാക്ക് വേണ്ട, ഇതൊക്കെ നമുക്ക് പിന്നാമ്പുറത്ത് വെച്ചാൽ മതി, ഈ പറയുന്ന നമ്മുടെ പ്രത്യയശാസ്ത്രം മുഴുവൻ പുറത്ത് കാണിക്കണ്ട. അങ്ങനെയാണ് ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന ദേശീയത എന്ന് പറയുന്ന ഒരു സാധനത്തിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഈ ദേശീയത കൊണ്ടുവന്നാൽ ഇത് മൂവ് ചെയ്യേണ്ടത് ആൾക്കാർക്ക് അറിയാലോ. ഇത് പിന്നീട് എങ്ങനെ മൂവ്മെന്റ് ഉണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ അയോധ്യ എന്ന് പറയുന്ന ഈ എപ്പിസോഡ് വരുന്നത്. അയോധ്യ എപ്പിസോഡ് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത്, ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു എലക്ഷൻ പൊളിറ്റിക്സിന്റെ ഭാഗമായി മതത്തെ ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു സംഗതി അയോധ്യയിലാണ് ആദ്യം ഉണ്ടാവുന്നത്. അയോധ്യയിൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അവിടുത്തെ അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെ നയിച്ചിരുന്ന ഗോവിന്ദ് വല്ലഭ് പാന്ത് എന്ന് പറയുന്ന കോൺഗ്രസിലെ വലതുപക്ഷക്കാരൻ, കോൺഗ്രസ് ഒരു സെൻട്രിസ്റ്റ് പാർട്ടി ആയിരുന്ന അതിനുള്ളിൽ പലതരം ആളുകളുണ്ട്. അതിലൊരു റൈറ്റ് വിങ് ഒന്ന് വിളിക്കാവുന്ന, എന്നാൽ അയാള് ഹിന്ദുത്വവാദിയൊന്നുമല്ല, മറിച്ച് പട്ടേലിന്റെ ഒക്കെ അനുയായി ആയിരുന്ന ഒരു റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻ GB പാന്തിന്റെ കാലത്തെ 48-ലെ ഒരു ഇലക്ഷനാണ് അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാണിച്ചു തരുന്നത്. മതം ഉപയോഗിക്കാം, മതം വളരെ എളുപ്പത്തിൽ ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കാമെന്ന്. അത് 32 മുതൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് കോൺഗ്രസിന്റെ ഉള്ളിലുണ്ട്. ലോഹിയും ജയപ്രകാശ് നാരായണനൊക്കെ സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് വിളിച്ചിരുന്നത്. ഇവിടെ കേരളത്തിലും മുഹമ്മദ് അബ്ദുറഹ്മാനും EMS ഒക്കെ അടക്കമുള്ള ഒരു സംഘം പ്രവർത്തിച്ച പോലെ തന്നെ നിയമപരമായിട്ട് എന്ന് പറഞ്ഞാൽ അത് ഗ്രൂപ്പ് പ്രവർത്തനമല്ല, ഗാന്ധിയുടെ ആശീസ്സുകളോട് കൂടിയിട്ടൊക്കെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത്, ലോഹിയും ജയപ്രകാശ് നാരായണനൊക്കെ.
അപ്പോ 37 ഇലക്ഷൻ നടക്കുമ്പോൾ, പ്രവിശ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അന്ന് യു പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറഞ്ഞാൽ ആചാര്യ നരേന്ദ്രദേവാണ്. ആചാര്യ നരേന്ദ്രദേവ് ആണെങ്കിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. എലക്ഷൻ നടന്നു, കോൺഗ്രസ് ജയിച്ചു. സ്വാഭാവികമായിട്ട് അന്ന് മുഖ്യമന്ത്രി ആവേണ്ടത് നരേന്ദ്രദേവ് ആയിരുന്നു. പക്ഷേ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് അന്നൊരു തീരുമാനം എടുത്തു, നമ്മളാരും അധികാര കസേരയിൽ ഇരിക്കരുത്, നമ്മളാരും ഈ പറയുന്ന തരത്തില് MLA എന്നുള്ള നിലയ്ക്കല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു പദവി മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒന്നും ആവരുതെന്ന് പറയുന്ന നയത്തിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രദേവ് മാറിയെന്നു. അങ്ങനെയാണ് ഈ ഗോവിന്ദ് വല്ലഭ് പന്ത് എന്ന് പറയുന്ന GB പന്ത കസേരയിൽ വരുന്നത്. GB പന്ത കസേരയിൽ വരുമ്പോഴും അദ്ദേഹത്തിന്റെ എതിരാളി എന്ന് പറയുന്ന ഈ പറഞ്ഞ മാതിരി നരേന്ദ്രദേവാണ്. വലതുപക്ഷം ആയതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലെ എതിരാളി എന്ന് പറഞ്ഞാൽ നരേന്ദ്രദേവാണ്. CSP, ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 48-ൽ പ്രത്യേക പാർട്ടി ആവുകയാണ്. കോൺഗ്രസിൽ നിന്ന് വിട്ടിട്ട് അവര് സെപ്പറേറ്റ് പാർട്ടി ആയിട്ട് പ്രവർത്തിക്കാൻ നിശ്ചയിക്കുകയാണ്. അങ്ങനെ പ്രത്യേക പാർട്ടി ആയപ്പോൾ ലോഹ്യയും കൂട്ടരും പറഞ്ഞു, നമ്മൾ കോൺഗ്രസിന്റെ ബാനറിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്, അതുകൊണ്ട് നമ്മൾ പ്രത്യേക പാർട്ടി ആകുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ മുഴുവൻ രാജിവെക്കണം. അങ്ങനെ രാജിവെച്ചിട്ട് നരേന്ദ്രദേവ് വീണ്ടും ഇലക്ഷൻ നിൽക്കുകയാണ്. ഫൈസാബാദിൽ നിന്നാണ്, അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ നിന്നാണ് നരേന്ദ്രദേവ് നിന്നിരുന്നത്. ഫൈസാബാദിൽ പോയിട്ട് കാൻഡിഡേറ്റ് ആവുന്നു. കാൻഡിഡേറ്റ് ആവുമ്പോൾ നരേന്ദ്രദേവ് സ്വാഭാവികമായിട്ട് ജയിക്കും. കാരണം ആചാര്യ നരേന്ദ്രദേവ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. നെഹ്റു ഒക്കെ വളരെ ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന ആളാണ്. നരേന്ദ്രദേവിന് വേണ്ടി അവിടെ പ്രചരണത്തിന് വരുന്ന രാം മനോഹർ ലോഹ്യ, അരുണ ആസഫ് അലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകളാണ് യഥാർത്ഥത്തിൽ ഈ 42-ലെ ക്വിറ്റ് ഇന്ത്യ സമരം മുഴുവൻ വിജയിപ്പിച്ചത്. കാരണം ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച അന്ന് തന്നെ രാത്രി നെഹ്റുവും ഗാന്ധിയും ഒക്കെ അറസ്റ്റിലാവുകയാണ്, മുഴുവൻ നേതാക്കളെ അറസ്റ്റിലാവുകയാണ്. ഈ താഴെക്കടയുള്ള അല്ലെങ്കിൽ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിന്റെ രണ്ടാം നിരയാണ് സമരത്തിന് വലിയ തരത്തിൽ ആളി കത്തിച്ചത്. ലോഹിയും ജയപ്രകാശ് നാരായണനും അരുണ ആസഫ് അലിയാണ് പതാക അന്ന് സ്വാതന്ത്ര്യത്തിന്റെ ഈ ത്രിവർണ പതാക ഉയർത്തുന്നത്. പിന്നെ നമ്മുടെ സിനിമ ആനന്ദ് പട്വർദ്ധന്റെ അച്യുത് പട്വർദ്ധൻ ആണ് അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അനിയൻ, ഇളയച്ചൻ അച്യുത് പട്വർദ്ധനൊക്കെയാണ് അപ്പൊ സമരം വിജയിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ആചാര്യ നരേന്ദ്രദേവ്. ഇദ്ദേഹം ഇലക്ഷൻ നിൽക്കുന്നു, സ്വാഭാവികമായിട്ട് ജയിക്കണം. GB പന്ത് കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയിട്ട് അന്ന് അവിടുത്തെ ഒരു സന്യാസിനെ, ബാബ രാഘവദാസ് എന്ന് പറഞ്ഞ സന്യാസിനെ ഒരാശ്രമത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടെന്ന് നിർത്തുകയാണ്. ബാബ രാഘവദാസ് പിറ്റേ ദിവസം തൊട്ട് പ്രചരണം, തുളസി ഇല കൊടുത്ത് ഈ പറയുന്ന എല്ലാ വീട്ടിലും ചെന്ന് ഈ രുദ്രാക്ഷമാല കൊടുത്ത് ഈ പ്രചരണം തുടങ്ങുകയാണ്. ഈ പ്രചരണം തുടങ്ങുമ്പോൾ ആരും വിചാരിക്കുന്നില്ല ഇത് ഇന്ത്യ പോലെ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത് ഈ പറഞ്ഞ ഇയാളൊക്കെ അവഗണിക്കുന്നതാണ്. എലക്ഷന്റെ റിസൾട്ട് വന്നപ്പോ 1000 ചില വോട്ടിന് ബാബ രാഘവദാസ് ജയിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഹിന്ദു മഹാസഭയ്ക്ക് ക്ലിക്ക് ചെയ്യുന്നത്, ഹിന്ദു വംശീയവാദികൾക്ക് RSSന് ക്ലിക്ക് ചെയ്യുന്നത്. ഈ സ്ഥലം നമുക്ക് പറ്റിയതാണ്, നമുക്ക് വേണ്ട ഒരു പൊളിറ്റിക്സ് GB പന്ത് കാണിച്ചു തന്നിരിക്കുകയാണ്. GB പന്തിന് ഹിന്ദു രാഷ്ട്ര സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടോ ഇതിനു വേണ്ടിയിട്ടോ ഒന്നുമല്ല ചെയ്യുന്നത്. ആ സമയത്ത് ഉണ്ടായ ഒരു റൈവൽറിയെ അതിക്രമിക്കാൻ വേണ്ടി അയോധ്യ പോലെ തർക്കം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത്, തർക്കം യഥാർത്ഥത്തിൽ ഇല്ല, 1855 തീർന്നതാണ് തർക്കം. അവിടെ ആ പറയുന്ന ഈ സന്യാസിമാരെ മുഴുവൻ പുറത്തിറക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയം വരികയാണ്. ഇതാണ് 49-ലെ അയോധ്യ സംഭവത്തില്. 49 നിങ്ങൾക്ക് അറിയാം, ജൂൺ 49 ഡിസംബർ 22 രാത്രി. അതും നമ്മൾ പഠിക്കേണ്ടതാണ്, മലയാളിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിന് ഒരു വലിയ വലിപ്പം ഉണ്ടാക്കി കൊടുത്ത ആളെന്നുള്ള നിലയ്ക്ക് നമ്മൾ പഠിക്കേണ്ടതാണ്. ഈ 1949 ഡിസംബർ 22 രാത്രി അഭിറാം ദാസ് എന്ന് പറയുന്ന ഒരു സന്യാസി ഒരു വിഗ്രഹം എടുത്ത് അദ്ദേഹത്തിന്റെ 2 ബന്ധുക്കളെയും, യുഗൽ കിഷോർ ജാ എന്ന് പറയുന്ന, ഇന്ദുഭൂഷൺ ജാ എന്ന് പറയുന്ന 2 ആൾക്കാരെയും കൂട്ടി ഈ മതില് ചാടിക്കടന്ന്, ബാബറി മസ്ജിദിന്റെ മതില് ചാടിക്കടന്ന് അവിടെ കൊണ്ട് ഈ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നത്. പിറ്റേ ദിവസം ഈ ഹിന്ദു വംശീയവാദികൾ RSSും പറഞ്ഞുണ്ടാക്കി ഇത് തന്നെത്താൻ പ്രത്യക്ഷപ്പെട്ടു, അതിൻ്റെ ഉള്ളിൽ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു, വരൂ കാണൂ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ മുഴുവൻ പറഞ്ഞ് ഇളക്കി. നെഹ്റു ആ സമയത്ത് ഇതെടുത്ത് അപ്പം തന്നെ തോട്ടിൽ എറിയാൻ പറയുന്നുണ്ട്. ഈ വിഗ്രഹങ്ങൾ
സരയൂ നദിയിൽ എവിടെ സരയൂ നദിയെ തോട്ടിൽ എറിഞ്ഞു കളയാൻ പറയുന്നുണ്ട്. ഇത് വെച്ച് താമസിപ്പിക്കേണ്ട ഇപ്പൊ തന്നെ എറിഞ്ഞോളാൻ പറയുന്നുണ്ട്. അന്ന് KK നായർ എന്ന് പറയുന്ന മലയാളി, അന്നത്തെ അവിടുത്തെ ICS കാരനായിട്ടുള്ള, അന്നത്തെ അവിടുത്തെ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള മലയാളിയാണ് അതിനെ തടസ്സപ്പെടുത്തി അത് തർക്കമന്ദിരമാക്കി മാറ്റി. അവസാനം ആ പ്രോസസ്സിൽ വലിയ പങ്ക് വഹിക്കുകയാണ്. ഒരു സന്ദർഭം വരുമ്പോൾ അയാൾ മജിസ്ട്രേറ്റ് പണി രാജിവെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ശകുന്തള എന്ന് പറയുന്ന ഉത്തർപ്രദേശുകാരി 2 പ്രാവശ്യം ജനസംഘിന്റെ MP ആയി. ഇദ്ദേഹം 1 പ്രാവശ്യം MP ആയി. വലിയ ഭൂസ്വത്ത് അയാൾക്ക് കിട്ടി. ഇപ്പോഴും അയോധ്യയില് KK നായർ കോളനി എന്ന് പറയുന്ന വലിയ പ്രദേശം മുഴുവൻ ഇയാളെയായിരുന്നു. വലിയ തരത്തിലുള്ള സ്വത്ത് കിട്ടി, വലിയ തരത്തിലുള്ള പണം കിട്ടി, പദവി കിട്ടി. അപ്പം ഇത് കൊണ്ടുവരികയാണ്. ഈ 49-ലെ ഈ സംഗതി നടക്കുമ്പോഴാണ് ഇവർക്കൊരു കാര്യം ബോധ്യപ്പെടുന്നത്. നമ്മൾ 47-ന് മുമ്പ് നമ്മൾ വിചാരിച്ച ഭീകരപ്രവർത്തനം നടത്തിയിട്ട് ഹിന്ദുരാഷ്ട്രം പിടിച്ചെടുക്കാന്നാണ്. എന്ന് പറഞ്ഞാൽ ആൾക്കാരെ നേരിട്ട് കൊന്നിട്ട് ഈ ഒരു ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനം നടത്താന്നാണ്. ഇവിടെ വെച്ച് അവർക്കൊരു ചെറിയ ഒരു വയലേഷൻ ഉണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്ക് പുറത്തുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. മറ്റേത് വെച്ചാൽ മുസ്ലിമിനെ കാണിച്ചിട്ടുള്ള ഒരു ആണത്തെ ഹിന്ദുവിനെ ഉണ്ടാക്കുകയായിരുന്നു. അതിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് 47-ന് മുമ്പുള്ള അല്ലെങ്കിൽ 48-ന് മുമ്പുള്ള ഗാന്ധിവാദത്തിന് മുമ്പുള്ള ഒരു ഹിന്ദുരാഷ്ട്രവാദികൾ അവരുടെ ഫാസിസ്റ്റ് ദംഷ്ട്രകളെ പുറത്ത് കാണിക്കാൻ അവർക്കൊരു ഭയം ഉണ്ടായിരുന്നില്ല. മറിച്ച് അതിൽ ഒരു അഭിമാനമാണ് ഉണ്ടായിരുന്നത്. സവർക്കർ പറഞ്ഞത് ആണത്തുള്ള ഹിന്ദു ഉണ്ട്, ഈ പറയുന്ന പേടിച്ചോടുന്ന ഹിന്ദു അല്ല, പകരം ഒരാണത്ത ഹിന്ദുവിനെ, മാസ്കുലിനായിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള ഒരു ഹിന്ദുവിനെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവരെ സെൻട്രൽ തീം. അതുകൊണ്ടാണ് ഇവരൊക്കെ കൊലയാളികളാണ്. ബീഹാറിൽ പോയി കൊല്ലുന്നു, അല്ലെങ്കിൽ കൽക്കട്ടയിൽ പോയി കൊല്ലുന്നു, ഡൽഹിയിൽ കലാപം നടത്തുന്നു. നേരിട്ടിറങ്ങിയിട്ട് ഈ പറയുന്ന ആണത്ത ഹിന്ദു എന്ന് പറയുന്നത് മുസ്ലിമിനെതിരെ കലാപം ഉയർത്തുന്ന അന്യമതക്കാർക്കെതിരെ, അല്ലെങ്കിൽ ലിബറലുകൾക്കെതിരെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ, എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും എതിരെ, അല്ലെങ്കിൽ ഇവരുടെ ഐഡിയോളജിക്കെതിരെ നിൽക്കുന്ന എല്ലാവർക്കും എതിരെ ഹിംസാത്മകമായി പെരുമാറുക എന്നുള്ളതായിരുന്നു. ഇവിടെ വെച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് 51-52 ഇലക്ഷനിൽ പിന്നാക്കം പോണ്ടി വരുന്നുണ്ട്. ഗാന്ധിവാദത്തിന് ശേഷമുള്ള ഇലക്ഷനിൽ അന്ന് ഇവര് ഈ പറഞ്ഞ പോലെ ജനസംഘം ഉണ്ടാക്കി. ജനസംഘത്തിന് കിട്ടുന്നത് 4 സീറ്റാണ്. ഹിന്ദു മഹാസഭയ്ക്ക് 3 സീറ്റാണ്. രാമരാജ്യ പരിഷത്ത് എന്ന് പറയുന്ന സന്യാസിമാരുടെ പാർട്ടിക്കും 3 സീറ്റാണ്. അങ്ങനെ 10 സീറ്റോ 11 സീറ്റോ ആണ് ആകെ അവർക്ക് ആ ഇലക്ഷനിൽ കിട്ടുന്നത്. പക്ഷേ അവരവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയൊരു ചരിത്രം നിങ്ങൾ ആലോചിക്കണം. അതായത് 67 വരെ 64 വരെ നെഹ്റു ജീവിച്ചിരുന്നു. നെഹ്റു ജീവിച്ചിരുന്ന കാലത്ത് നെഹ്റു നിരന്തരമായിട്ട് ഇവരെ മാത്രം ശ്രദ്ധിച്ചിരുന്ന ഒരാളായിരുന്നു. ഈ ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞ് 51-52 ഇലക്ഷൻ കഴിഞ്ഞിട്ട് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു പ്രധാനപ്പെട്ട കക്ഷിയായി തീരുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിട്ട് തീരുന്നത്. AKജിയെ പ്രതിപക്ഷ നേതാവായിട്ട് അവരോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്ന് നെഹ്റുവിന് 2 അവസരങ്ങളിൽ, ഒന്ന് ഒരു അമേരിക്കൻ പത്രപ്രവർത്തകനായിട്ടുള്ള ഇന്റർവ്യൂവിൽ, മറ്റൊരു സമയത്ത് കുട്ടികളായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിൽ ഇവർ ചോദിക്കുന്നുണ്ട്. അന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ കയറുമോ എന്നാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഒരു ബദലായി പ്രധാനപ്പെട്ട പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അവരധികാരത്തിൽ കയറുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് നിരന്തരം നെഹ്റു അഭിമുഖീകരിച്ച ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെ മുഴുവൻ എല്ലാ സമയത്തും നെഹ്റു നേരിട്ടിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അതിന്റെ കാരണം ഞാൻ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഉണ്ട് എന്നുള്ള തരത്തിലാണ് തമാശയ്ക്ക് മറുപടി പറയുന്നത്. രണ്ടാമത്തെ കാര്യമായിട്ട് നെഹ്റു പറയുന്നത് ഒരു ജനാധിപത്യ ഒരു പ്രക്രിയയിൽ ആർക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നു അവർ കയറിയിരിക്കും. അത് നമ്മളിപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല, ആരാണ് എന്താണെന്നൊന്നും പറഞ്ഞ് കൂടുതൽ വോട്ട് കിട്ടുന്ന ആരാണ് അവർക്ക് അധികാരം കിട്ടും. ഇന്ത്യയുടെ ശത്രു ഇവരൊന്നുമല്ല. ഇന്ത്യയുടെ ശത്രു നിങ്ങൾ പറയുന്ന ഒരാളുമല്ല, സോഷ്യലിസ്റ്റുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കാരോ ഒന്നുമല്ല. ഇന്ത്യയുടെ ശത്രു ഈ ഇരിക്കുന്ന 11 ആൾക്കാരാണ്. വളരെ സൂക്ഷ്മതയോടെ പറയുന്നത്. ഈ 11 ആൾക്കാർ നിങ്ങൾ വിചാരിക്കും ഇപ്പം ഈ മാർജിനലൈസ് ചെയ്തിരിക്കുകയാണ്, പല പാർട്ടിയിലായിട്ടാണ്, 3 പാർട്ടിയിലായിട്ടാണ്. ഇവരാണ് ഇന്ത്യയുടെ ശത്രു. ഇവർ കയറി വന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന ആശയം താറുമാറാക്കപ്പെടും. ആ താറുമാറാക്കിയാലും ഇന്ത്യ അതിജീവിക്കും. ഇന്ത്യയുടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമായതുകൊണ്ട് ഇന്ത്യ വിൽ സർവൈവ്, അല്ലെങ്കിൽ ഇന്ത്യ മേ സർവൈവ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ഇവരെ തോൽപ്പിച്ച് വീണ്ടും ഇന്ത്യ വീണ്ടെടുത്താലും ഇവരുണ്ടാക്കിയ പരുക്കുകൾ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമില്ല എന്ന് വലിയ ക്രാന്തദർശിത്വത്തോടെ പറയുന്നുണ്ട്. ഈ 64 നെഹ്റു മരിച്ചപ്പോ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു ഹിംസാത്മകത ഉണ്ടാക്കിയിട്ട് അത് ചിലപ്പോൾ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാവും, മനുഷ്യരുടെ മേൽ കുതിര കയറിയിട്ടാവും, മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടാവും. ഒരു ഹിംസാത്മകത ഉണ്ടാക്കി കഴിഞ്ഞ്, അതായത് ഇലക്ഷൻ പൊളിറ്റിക്സിലേക്ക് വന്നേ പിന്നെ RSS ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നിരന്തരം ഹിംസാത്മകയുണ്ട്. ഇതൊക്കെ ഭരണഘടനയ്ക്ക് പുറത്താണ്, നമ്മുടെ എല്ലാ നിയമാവലിക്കും പുറത്താണ്. അത് കടുത്ത ഹിംസയാണ്. ഇതിന്റെ നേട്ടം ഇതിൻ്റെ ഉള്ളിൽ കൊയ്യുക. ഏതിൻ്റെ ഉള്ളിൽ? തെരഞ്ഞെടുപ്പിൽ കൊയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഈ പറയുന്ന ഈ ബാബറി മസ്ജിദിനെ തർക്ക മന്ദിരാക്കുന്നു. അതിന്റെ ഇലക്ഷൻ പിന്നത്തെ 67 ആയപ്പോഴേക്കും അവർക്ക് 3% വോട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് 9% വോട്ടായി. 67 നെഹ്റു മരിച്ചു, 64 നെഹ്റു മരിച്ചു, 66 പശുവിനെയും വെച്ചിട്ടുള്ള പ്രക്ഷോഭം തുടങ്ങി. എന്ന് പറഞ്ഞാൽ പാർലമെന്റ് വളഞ്ഞു. സന്യാസിമാർ പശുവിനെ മുൻനിർത്തിയിട്ട് ഈ ഗോവധ നിരോധനം കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു സംഗതി വെച്ചിട്ട് വലിയ ഈ പറയുന്ന ഭരണഘടനയ്ക്ക് പുറത്ത് നിന്നുള്ള ഹിംസാത്മകമായ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു. ഇന്ദിരാഗാന്ധി അധികാരത്തിലേക്ക് വന്നിട്ടേ ഉള്ളൂ, പക്ഷെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് അതിനെ നിയന്ത്രിക്കുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്തു. പക്ഷെ പിന്നത്തെ ഇലക്ഷൻ വന്നപ്പോൾ 35 സീറ്റ് ആവുകയാണ്. 67 35 സീറ്റ് ആവുകയാണ്. 29-30% വോട്ടുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒക്കെ നേരെ താഴേക്ക് പോകുന്നു. ഇതിങ്ങനെ വളർന്നു വരുന്നു. അപ്പൊ പുറത്ത് വലിയ കലാപം ഉണ്ടാക്കുക, അതിന്റെ നേട്ടം ഈ ഇലക്ഷൻ പ്രോസസ്സിന്റെ ഉള്ളിൽ നിന്ന് കൊയ്തെടുക്കുക എന്ന് പറയുന്നതാണ് ഇവരുടെ ഒരു സംഗതി. അതൊരു ഭാഗത്ത്, ആ ഭാഗത്ത് അത് നടക്കുന്നു. രണ്ടാമത്തത്, ഇവർക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ എലക്ഷനിൽ ഒരാളായിട്ടും അൺടച്ചബിലിറ്റി ഇല്ല. എന്ന് പറഞ്ഞാൽ 36 എലക്ഷനൊക്കെ ഈ പറയുന്ന എലക്ഷൻ പൊളിറ്റിക്സ് ഒക്കെ വരുന്നതിന് മുമ്പ് ആദ്യമായി ഹിന്ദു മഹാസഭ കൂട്ടുകൂടി മന്ത്രിസഭ ഉണ്ടാക്കുന്നത് ജിന്നയുടെ മുസ്ലിം ലീഗ് ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ നിരന്തരം ഇവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ അപരവൽക്കരിക്കുന്നു, അവരെ രാജ്യത്തിന്റെ ശത്രുവാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇവരാദ്യമായിട്ട് അധികാര കസേരയിൽ കയറിയിരിക്കുന്നത് മുസ്ലിം ലീഗായിട്ട് സന്ധി ചെയ്തിട്ടാണ്. സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോൾ കോൺഗ്രസിന്റെ പ്രവിശ്യ ഗവൺമെന്റുകൾ മുഴുവൻ രാജിവെച്ചു. ബ്രിട്ടനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ, സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് ആവശ്യപ്പെടാൻ അവർ രാജിവെച്ചപ്പോൾ 2 കൂട്ടരാണ് ബ്രിട്ടീഷുകാർ സഹായിക്കാൻ ഓടി വന്നത്. ഒന്ന് ഹിന്ദു മഹാസഭയും ഒന്ന് ജിന്നയുടെ മുസ്ലിം ലീഗും. ഒരു പ്രശ്നമില്ലാതെ ഒന്നിച്ചിരുന്ന് ഭരിക്കുന്നുണ്ട്. സിന്ധ് ഭരിച്ചു, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് ഭരിച്ചു, ബംഗാൾ ഭരിച്ചു. കൃഷക് സമാജ് പാർട്ടി ഫസലുൽ ഹക്കിന്റെ മുസ്ലിം ലീഗിൽ നിന്ന് തെറ്റിപ്പോയ വിഭജനവാദിയായ ഫസലുൽ ഹക്കിന്റെ കൂടെ ഇരുന്ന് ശ്യാമപ്രസാദ് മുഖർജി ഉപമുഖ്യമന്ത്രിയായിട്ട് ബംഗാൾ ഭരിച്ചു. അന്ന് സവർക്കർ പറയുന്നുണ്ട്, നിങ്ങൾ പവർ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത് 3 അതിർത്തി സംസ്ഥാനങ്ങളാണ്. സിന്ധ് അതിർത്തി സംസ്ഥാനമാണ്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ബംഗാളും മുസ്ലിങ്ങൾക്ക് കൂടുതൽ അംഗസംഖ്യയുള്ള പ്രദേശമാണ്. ഇവിടെ നിങ്ങൾ ഒരിക്കലും അധികാരത്തിൽ കയറാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആരുമായിട്ട് സന്ധി ചെയ്തിട്ട് പവർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പവറിലേക്ക് കയറാനുള്ള ചവിട്ടുപടി എവിടെയായിരുന്നാലും ഉപയോഗിക്കാന്നാണ്. ഇത് ഒരു പക്ഷേ ഇന്ത്യയിലെ പാർട്ടികൾക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യമായി ജനസംഘമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കുന്ന പാർട്ടി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഹിസ്റ്ററി നോക്കിയാൽ ഞെട്ടിപ്പോവും. 58 അതിന് കാരണമുണ്ട്. നെഹ്റു ഇവിടുത്തെ ഗവൺമെന്റിനെ പിരിച്ചുവിടുകയാണ്. നെഹ്റു ഇവിടുത്തെ ഗവൺമെന്റിനെ പിരിച്ചുവിടാനുള്ള EMS ഗവൺമെന്റിനെ പിരിച്ചുവിടാനുള്ള സംഗതി നടക്കുമ്പോഴാണ് ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സഖ്യമായിട്ടില്ല. ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഡൽഹിയിലെ ആദ്യത്തെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പാണ്, ആദ്യത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ്. ഡൽഹിയിൽ 27 സീറ്റോ മറ്റോ കോൺഗ്രസിന് കിട്ടുന്നു, 25 സീറ്റ് ജനസംഘത്തിന് കിട്ടുന്നു, 8 സീറ്റ് CPIക്ക് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടുന്നു, 1 സീറ്റ് ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടുന്നു, ബാക്കി സ്വതന്ത്രം. 80 സീറ്റാണ് ആകെ ഉള്ളത്. അപ്പോൾ അരുണ ആസഫ് അലിയാണ് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി. അരുണ ആസഫ് അലിയെ ഐകകണ്ഠനെയാണ് തെരഞ്ഞെടുക്കുന്നത്, എല്ലാവരും കൂടി തെരഞ്ഞെടുക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായികയാണ്. അവരാണ് ആദ്യത്തെ മേയറാവുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ
ഈ സംവിധാനത്തിൻ്റെ ഉള്ളിൽ അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിന് സമ്പൂർണ്ണ നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴാണ് ഈ കേരളത്തിലെ സംഭവവികാസങ്ങൾ നടക്കുന്നത്. കേരളത്തിലെ സംഭവവികാസങ്ങൾ നടക്കുമ്പോൾ അവിടുത്തെ കോൺഗ്രസ് ആയിട്ട് എങ്ങനെ യോജിച്ചു പോകുന്നു പറഞ്ഞ പ്രശ്നം വരുന്നു. അങ്ങനെ ഒരു ധാരണയിലെത്തുകയാണ് ജനസംഘവും അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ധാരണയിലെത്തുന്നു. നിങ്ങൾ ഇത്ര ടേം മേയർ ആവുക, ഞങ്ങൾ ഡെപ്യൂട്ടി മേയർ ആവുകയാണ്. അത് അഗ്രിമെന്റ് എഴുതി ഒപ്പിടുന്നത് ആദ്യത്തെ സംഭവം നടക്കുന്നത് 58-ലാണ്. ഇത് വ്യക്തമായിട്ട് എഴുതിയ ഒരാൾ എന്ന് പറയുന്ന LK അദ്വാനിയാണ്. അദ്ദേഹത്തെ മൈ കൺട്രി മൈ ലൈഫ് എന്ന് പറയുന്ന ആ ആത്മകഥയിലെ ഒരു ഭാഗം LK അദ്വാനി അന്ന് രാഷ്ട്രീയത്തിലേക്ക് കാലുവെക്കുകയാണ്. അന്നത്തെ ജനസംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഡൽഹിയിലെ ജനറൽ സെക്രട്ടറി ആയിട്ട് വലിയ ചുമതല ദീൻ ദയാൽ ഉപാധ്യായ കൊടുത്തിട്ട് ഞാൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള നിലയ്ക്കാണ് വിടുന്നത്. അൺടച്ചബിലിറ്റി രാഷ്ട്രീയത്തിൽ ഇല്ലാന്ന് ദീൻ ദയാൽ ഉപാധ്യായ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം 48-ല് കോൺഗ്രസ്സുകാർ മതത്തിന് ഉപയോഗിക്കാമെന്ന് പഠിപ്പിച്ചു തന്നു. 58-ആയപ്പോൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനസംഘവും തമ്മിൽ ധാരണയിൽ വരുന്നുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അംബേദ്കറുടെ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി പിന്തുണ കൊടുത്തിട്ടുണ്ട്. പിന്തുണ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല, ശിവസേനയെ പോലുള്ള ആൾക്കാരുടെ ഗവൺമെന്റിൽ പങ്കാളിയായിട്ടുണ്ട്. മായാവതിയുടെ ദളിത് പാർട്ടി കൂടെ ഇരുന്ന് ഭരിച്ചിട്ടുണ്ട് BJPയുടെ. അപ്പം ഈ പറയുന്ന തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 47-ന് ശേഷം ഒരു നെഹ്റുവിൻ്റെ സ്റ്റാച്ചറിലോ MN റോയിയുടെ സ്റ്റാച്ചറിലോ രാമനോഹർ ലോഹിയയുടെ സ്റ്റാച്ചറിലോ ഒരു അല്ലെങ്കിൽ 47-ന് മുമ്പോ അല്ലെങ്കിൽ ആ സമയത്തെ ജയപ്രകാശ് നാരായണന്റെ സ്റ്റാച്ചറിലോ ഈ പറയുന്ന ഫാസിസത്തെ എതിർക്കാനുള്ള ഒരു തുറന്ന മനസ്ഥിതിയിൽ നിരന്തരമായി ഇവരാണ് വലിയ ശത്രുക്കൾ, ഇവരാണ് യഥാർത്ഥ ശത്രുക്കൾ എന്ന് പറയാനുള്ള ഒരാളും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൻ പൊളിറ്റിക്സിന്റെ ഭാഗം വന്നപ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ് വലിയ കക്ഷിയായിട്ട് നിൽക്കുമ്പോൾ ജനസംഘം പോന്നോട്ടെ എന്നുള്ള ഒരു സംഗതി അല്ലേ. 77 എത്തുമ്പോഴേക്കും ഇന്ദിരാഗാന്ധി 75 അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന മണ്ടത്തരം കാണിക്കുന്നു, ജനതാ പാർട്ടി ഉണ്ടാവുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഫാസിസ്റ്റ് കക്ഷി അവരുടെ പാർട്ടി പിരിച്ചു വിട്ടിട്ട് ജനതയുടെ ഭാഗമാവുക, ഡിസ്മാൻഡിൽ ചെയ്തു. നിങ്ങൾ അവരെ ഒന്നും കാണണം, അവരെ കാഴ്ച നിങ്ങൾ കാണണം, ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഭാഗമാവുക അല്ലേ. 80 അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എല്ലാവരെയും കൊണ്ട് പുറത്തു വന്ന് അതേപോലെ BJP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാവും. അതെ, ദ്വയാംഗത്വം അന്ന് അവർ ഒറ്റ കാര്യത്തിലേ പറഞ്ഞോളൂ, ദ്വയാംഗത്വം വേണമെന്നുള്ള കാര്യത്തിലാ അവർ പറഞ്ഞു. ജയപ്രകാശ് നാരായണന് കീഴടങ്ങേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് BJPയോ അല്ലെങ്കിൽ ഈ പുറത്ത് കാണുന്ന ഔട്ട്ഫിറ്റോ ഒന്നല്ല. ഇതിൻ്റെ ഉള്ളിൽ RSS എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയുണ്ട്. ഈ RSS എന്ന് പറയുന്നതാണ് ഈ ഭീകര സംഘടന എന്ന് വിളിക്കുന്ന, ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ഘടകം എന്ന് അവർക്കറിയാം അല്ലേ. നിങ്ങൾ സാധാരണഗതിയിൽ ഈ മനുവാദമൊക്കെ പറയുമ്പോൾ ഒരു എതിർപ്പ് ദളിതുകളിൽ ഇപ്പോൾ വലിയ നാഗ്പൂർക്ക് വലിയ ഇതെന്ന് BJP ഈ മനുവാദ പാർട്ടി എന്ന് വിളിക്കുമ്പോൾ, മനുവിൻ്റെ പാർട്ടി എന്ന് വിളിക്കുമ്പോൾ അവർ ചവറ് പോലെ, ഉദാഹരണം ദ്രൗപദി മുർമു തൊട്ട് അല്ലെ, ആദിവാസിയായ ദ്രൗപദി മുർമുവിനെ ആരെങ്കിലും പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടോ? ഒരു പിന്നോക്കക്കാരനെ പ്രധാനമന്ത്രി ദേവഗൗഡിക്ക് ആവുന്നത് ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ്, അല്ലാതെ തെരഞ്ഞെടുത്ത് ഞങ്ങൾ ഭൂരിപക്ഷം കിട്ടി ഒരു പിന്നോക്കക്കാരനെ കൊണ്ടിരുത്തിയിരിക്കുക മോഡി അല്ലേ. രാജേന്ദ്ര ആർലേക്കർ ആരാ? ദളിതനാണ്. ഗോവയിലെ ദളിത് മണ്ഡലത്തിൽ ഏറ്റവും വലിയ ദളിത് പാർട്ടി BJP ആണെന്ന് അവകാശപ്പെടാവുന്നതാണ് 2014. കാരണം ഇത്ര അധികം ദളിതരെ ഒറ്റ പാർട്ടി ഒരു സമയത്ത് പാർലമെന്റിൽ എത്തിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അത് സവർക്കർ പഠിപ്പിച്ചു കൊടുത്താണ്. ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ ഈ ഔട്ട്ഫിറ്റിൽ കാണിക്കും. തിരിച്ചാരും ചോദിക്കില്ല RSSൽ ബ്രാഹ്മണൻ ഒഴികെ ആരെങ്കിലും തലപ്പത്ത് കയറ്റിയിരുത്തു? ആകെ രാജേന്ദ്ര സിംഗ് ക്ഷത്രിയം വരെ എത്തിയിട്ടുള്ളൂ. അവിടെ തൊടിക്കില്ല. അവിടെ ഈ സാധനം, ഈ ഒരു ഡയലക്റ്റിക്സ് അറിയാത്തോടത്തോളം കാലം BJP തോൽക്കുക അല്ലെങ്കിൽ ജനസംഘം തോൽക്കുക അല്ലെങ്കിൽ ആ മീറ്റർ വെച്ചിട്ട് നമ്മളെ കാര്യങ്ങളെ കാണാൻ പോയി, ഈ സാധനം ഇങ്ങനെ നിൽക്കണോടത്തോളം കാലം ആ വലിയ തരത്തിലുള്ള ഒരു അസ്ഥികൂടം നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അസ്ഥിഘടന എന്ന് വിളിക്കാവുന്ന സാധനം ഈ RSS ആണ്. ഈ RSS നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പരിണാമങ്ങൾ ഉണ്ടാവുന്നു. അത് ഒരുപാട് ഔട്ട്ഫിറ്റുകൾ ഉണ്ടാകുന്നു. ജനിച്ചു വീഴുന്ന കുട്ടി തൊട്ട് അവസാനം കുഴിയിലേക്ക് കാലം നീട്ടി ഇരിക്കുന്ന ആൾക്ക് അവസാന നിമിഷത്തിലും പോലും പ്രവർത്തിക്കാനുള്ള സംഘടന ഉണ്ടാകുന്നു.
വനവാസി കല്യാണ സംഘം. നമ്മൾ ആരും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആദിവാസികളെ പറ്റി ചിന്തിക്കാത്ത കാലത്ത് വനവാസി കല്യാണ ആശ്രമം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഈ തരത്തില് 1941 സെൻസസിൽ കയറി ഇടപെട്ടിട്ട് എല്ലാ വനവാസികളെയും ദളിതരെയും ഈ സെൻസസ് റിപ്പോർട്ടിൽ ഹിന്ദു എന്ന് ചേർത്തിപ്പിക്കുന്നു. അതുവരെ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ചെറിയ മതമായിരുന്നു. 41 സെൻസസ് വന്നോടുകൂടിയിട്ട് എല്ലാവരും ഹിന്ദുക്കളായി. ഇത് പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിട്ട് ഏറ്റെടുക്കണം. എല്ലാവരും ഹിന്ദുക്കളായി. ഈ ഹിന്ദുക്കളിന്ന് ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ വന്ന പിന്നെ നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമപരമായിട്ട് അത് ഹിന്ദു എന്ന് പറയുന്ന ആ നാമത്തിന്റെ കീഴിൽ. അപ്പൊ ഈ പറയുന്ന തരത്തിലെ അടിത്തട്ടിലെ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് RSS നിശിതമായും നിരന്തരമായും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെങ്ങനെ നേരിടണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു RSSകാരൻ ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് RSSകാരനാണെങ്കിൽ വെറുതെ ഒരു രാഷ്ട്രീയ അഭിപ്രായം ചോദിച്ചാൽ നിങ്ങളുടെ 10 മിനിറ്റ് യാത്രയ്ക്ക് ഉള്ളിൽ മുഴുവൻ രാഷ്ട്രീയം പറയും. അത് പറയും. ബാബറി മസ്ജിദ് എന്തായിരുന്നു പറയുന്ന മുഴുവൻ നുണയാണ്, മഴയുന്ന മുഴുവൻ വ്യാജ ചരിത്രമാണ്. പക്ഷെ അവർ പറയും. നമ്മുടെ സെക്യുലർ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് 5 മിനിറ്റ് ഇത് പറയാൻ പറ്റുമോ തിരിച്ച്? ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൊടുക്കുമ്പോൾ എല്ലാ വീട്ടിലും അവരുടെ പത്രിക കൊണ്ടുവരുന്നുണ്ട്. ആർക്കെങ്കിലും തിരിച്ചു ചോദിക്കാൻ ആ പറയുന്ന അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ നുണയാണെന്ന് പറയാനുള്ള ഒരു ജ്ഞാനം ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ നെഹ്റു ഒക്കെ നിരന്തരം ചെയ്തിരുന്ന ഒരു പക്ഷേ ഒരു ഇന്ത്യയിലെ ഒരു സിലബസ്, ഇന്ത്യയിലെ പാഠപുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഘട്ടം വരെയുള്ള പാഠപുസ്തകങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു ഒരു പക്ഷേ ഇന്ത്യൻ സെക്യുലറിസത്തെ തലമുറയായിട്ട് നിലനിർത്തിയിരുന്നത്. നമുക്ക് അതിൽ ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കാം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പറയാം, അത് കൊളോണിയൽ രീതിയിൽ എഴുതപ്പെട്ടാണെന്നൊക്കെ പറയാം. പക്ഷെ ബേസിക്കലി ഒരാളെ സെക്യുലർ ആക്കാനുള്ള ഘടകങ്ങൾ അതിലുണ്ടായിരുന്നു. ആദ്യത്തെ പേജ് തൊട്ട് എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരനാണെന്ന് പറയുന്ന പ്രതിജ്ഞ തൊട്ട് അത് അവസാനിക്കുന്ന ഘട്ടം വരെ ഒരു തരത്തിൽ സെക്യുലറിസ്റ്റ് ആശയങ്ങൾ നിലനിന്നിരുന്നു. എന്ന് പറഞ്ഞാൽ പരസ്യമായി മതം പറയാനോ ജാതി പറയാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വാദിക്കാനോ ഒന്നും ഒരാളും മുതിർന്നിരുന്നില്ല. ഇന്ത്യയിൽ ആ സമയത്ത് മനുഷ്യരെ മുഴുവൻ നോക്കിക്കോ, ഏത് തരത്തിലുള്ള രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഉദ്യോഗസ്ഥരായിക്കൊള്ളട്ടെ, കലാകാരന്മാരായിക്കോട്ടെ, ഏത് മണ്ഡലത്തിൽ പരസ്യമായിട്ട്, അതിൻ്റെ അർത്ഥം ജാതി മതവും പോയിട്ടുണ്ടെന്നൊന്നുമല്ല, അങ്ങനത്തെ ഒരു ഉട്ടോപ്പിയൊന്നും ആയിരുന്നില്ല. മറിച്ച് അതിനൊക്കെ അതീതമായിട്ടുള്ള ഒരു ബോധം ആണ് ആധുനികത എന്ന് പറയുന്ന, ആധുനിക ലോകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്തുള്ളതാണെന്ന് പറയുന്ന ബോധ്യം കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. ഇത് ഓരോന്നായിട്ട് തകർത്തിട്ടുണ്ട്, ഇഞ്ചിഞ്ചായിട്ട് തകർത്തിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം, ഞാൻ പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ലോകത്തിൻ്റെ വലിയ ആനുകൂല്യങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മളൊക്കെ 2 റുപ്യ കൊടുത്തിട്ട് പൊതുവിദ്യാലയത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫീസ് കൊടുത്തിട്ടല്ലേ ഇത് പഠിച്ചിട്ടുള്ളത് അല്ലേ. എൻ്റെ മുൻഗാമികൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നവോത്ഥാനത്തിൻ്റെയും രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെയും പിന്നീട് വന്നിട്ടുള്ള മുന്നേറ്റങ്ങളുടെ ഒക്കെ ഫലം കിട്ടിയ തലമുറയാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രഗിൾ ഇപ്പോഴാണ്. ഈ സ്ട്രഗിളിന് നമ്മൾ തയ്യാറാവുമ്പോൾ വലിയ സങ്കീർണതകൾ നേരിടേണ്ടി വരും. ഒന്ന്, ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയമായ വിജയം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്കൊന്നും ആഗ്രഹിക്കാൻ പറ്റുന്നതല്ല. നമുക്ക് രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതാം, അല്ലെങ്കിൽ കുറച്ചും കൂടി വിസിബിലിറ്റി ഉള്ള ആൾക്കാർക്ക് TV പോയി വാദിക്കുക. ഇതൊന്നും അവരെ ബാധിക്കുന്നതല്ല. ഞാൻ പറയാം, അത് പൊളിറ്റിക്സ് ആണ്, പവറായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾ അതുകൊണ്ട് അത് മാറ്റി നിർത്തണം എന്നല്ല, അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ജനകീയ രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കണം. അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ജനകീയ രാഷ്ട്രീയം നമുക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കണം. നമുക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് അത് സങ്കീർണമാണ്. അത് ഒറ്റ ദിവസം എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷെ ബേസിക്കലി ഇത് ഫാസിസം എന്ന് പറയുന്നത് ഇന്ത്യയെ മാത്രമല്ല, ലോകത്തെ മാത്രമല്ല, മാനവികതയെ മുഴുവൻ കത്തിച്ച് കളയുന്ന ഒരു സംഗതിയാണ്. അത് ഹിംസാത്മകമാണ്, അത് ആണത്തത്തിന്റെ മാസ്കുലിനിറ്റിയുടെ അറ്റാണ്, അത് കരുണയറ്റതാണ്, അത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഒരു മൂല്യത്തിനെയും ഓർക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ലത് എന്ന് മനസ്സിലാക്കണം. അത് ഈവൻ അതിനുള്ളിൽ ഈ സവർക്കർ യുക്തിവാദിയാന്ന് പറയും. സാധാരണ ആൾക്കാർ പറയുമ്പോൾ യുക്തിവാദി പുരോഗമനം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ടാ. സവർക്കർ എന്ത് യുക്തിവാദി എന്ന് പറഞ്ഞ് സവർക്കർ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് പോയിട്ട് ഈ പറയുന്ന ഭക്തനായി വന്ന എന്താ, നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടും അല്ലേ.
എല്ലാം അവിടെ. നിങ്ങൾ ഹിന്ദു ആവണമെങ്കിൽ എന്താ, ഹിന്ദുവിന് വേണ്ടി നിങ്ങൾ വാളും പിടിച്ചിറങ്ങ്. നിങ്ങൾ അതിനുള്ള ആ സംഗതി അത് അമ്പലത്തിൽ പോയാൽ നഷ്ടപ്പെടുക, നിങ്ങൾ പോണ്ട. ഇതാണ് അതിന്റെ തത്വം. എന്ന് പറഞ്ഞാൽ ഭക്തി ഈ ഈ വിശ്വാസത്തിനെ മാറ്റിയെടുക്കുന്ന ഈ ഭക്തി പ്രസ്ഥാനത്തോട് പൊതുവെ വിരോധമായിരുന്നു. പശുവിനെ പോലും വിരോധമായിരുന്നു. അയാൾ പശുഭക്തിനൊന്നും അംഗീകരിച്ചില്ല. ഈ തലയിൽ 2 വലിയ കൊമ്പുണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇതിനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. പ്രാർത്ഥിക്കാൻ പോയാൽ നിങ്ങൾ ഇതേപോലെ മൃദുവായിട്ട് തീരും. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സിംഹത്തിനെ പ്രാർത്ഥിക്കുക. നിങ്ങളെ ഒരു മൃഗം നിങ്ങൾക്ക് വേണമെങ്കിൽ നരസിംഹത്തിനെ കൊണ്ടുവയ്ക്കുന്ന അയാൾ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണത്. ഒരു വലിയ തരത്തിലുള്ള ഹിംസാത്മകമായ ഒന്നാക്കി മാറ്റിയെടുക്കുക. ഒരു ദയയില്ലാത്ത ബലാത്സംഗത്തെ പറ്റി പറഞ്ഞ ഭാഗം നമുക്ക് വായിക്കാൻ പറ്റില്ല. പുസ്തകത്തിലുള്ളത് ഇയാളെ പിതാവാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇതിന് കൈയടിക്കാൻ മഹാഭൂരിപക്ഷം ഉണ്ടാവുന്നു എന്ന് പറയുന്നതാണ് നമ്മളെ ഹിസ്റ്ററി സംഭവിച്ചിട്ടുള്ള വിപര്യം എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മൾ നേരിടുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് കൾച്ചറിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള നിരവധി ഈ ഹൈഡ്ര എന്നൊക്കെ പറഞ്ഞ പോലെ 1000 ലക്ഷക്കണക്കിന് കൈകൾ ആണ് അതിനുള്ളത്. ഇതാണ് നമ്മൾ നേരിടുന്ന ഒരു കാര്യം. അപ്പൊ ഇതിനെങ്ങനെ റെസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു കോമൺ സെൻസിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുക എന്നാണ്. നമ്മൾക്ക് ഉള്ള സങ്കീർണത എന്ന് പറയുന്നത് ഇതിനെ നമ്മളെ ഒക്കെ രക്ഷിക്കേണ്ട ഈ പറഞ്ഞ രാഷ്ട്രീയ സംവിധാനങ്ങൾ എന്ന് പറയുന്ന സംഗതികളുണ്ടല്ലോ, സെക്കുലർ കക്ഷികൾ എന്ന് പറയും. ഈ സെക്കുലർ കക്ഷികൾ തന്നെ നമുക്കെതിരായി തീരും ചില സന്ദർഭങ്ങളിൽ. അതും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോമൺ സെൻസ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ മണ്ഡലത്തിലാണ് അത് അവസാനം എത്തിക്കേണ്ടത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ തന്നെയാണ് വിജയവും പരാജയവും ഒക്കെ നിർണ്ണയിക്കുക. പക്ഷേ അതിന് പകരം അംബേദ്കർ പറഞ്ഞ് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ജനാധിപത്യത്തെ പരിരക്ഷിക്കണമെങ്കിൽ ഏത് രാഷ്ട്രീയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് കക്ഷി നിങ്ങൾ എതിർക്കുകയോ ജയിക്കുന്നത് ഈ കക്ഷികളൊക്കെ അതിൻ്റെ രാഷ്ട്രീയത്തിൽ എത്തണമെങ്കിൽ വലിയ ജനാധിപത്യം ഇതിലിടപെടുന്ന മനുഷ്യർക്ക് ഉണ്ടാവണം. മനുഷ്യരുടെ ഒരു രാഷ്ട്രീയമാണ് ഒരർത്ഥത്തിൽ മുകൾ തട്ടിൽ പ്രതിഫലിക്കേണ്ടത്. ഈ മാർസിന്റെ ഒക്കെ സിദ്ധാന്തത്തിനെ വേറൊരു രീതിയിൽ അടിത്തട്ട് മുകൾ തട്ട് സിദ്ധാന്തമായിട്ട് ഈ പറയുന്ന അടിത്തറ എന്ന് പറയുന്നത് ജനകീയ പൊളിറ്റിക്സ്. ഈ ജനകീയ പൊളിറ്റിക്സിൽ നിരന്തരമായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഫാസിസത്തോട് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാത്ത തരത്തിൽ ഈ തരത്തിൽ നിരന്തരം പറഞ്ഞുകൊണ്ട് RSS നിരോധിക്കപ്പെട്ട സംഘടനയാണ്. RSS ഇത്ര കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇത്ര ജനോസൈഡ് നടത്തിയിട്ടുണ്ട്, അവര് പള്ളിയുടെ പേരിൽ ഇത് ചെയ്തിട്ടുണ്ട്, ഭാഷകളിൽ കയറി ഇടപെട്ടിട്ടുണ്ട്, ആർക്കിടെക്ചറിൽ കയറി ഇടപെട്ടിട്ടുണ്ട്, ഭക്ഷണത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈ ജനങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പോ ഇതും കൂടി പറഞ്ഞിട്ട് കുറെ ആയില്ല, 3 ദിവസത്തെ കാര്യം നമ്മുടെ തലയിലുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ലാസ്റ്റ് 3 days ആണ് നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ തിങ്കിങ്ങും എല്ലാ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സും എല്ലാ തരത്തിലുള്ള നമ്മുടെ ആവേഗങ്ങളും ആവേശങ്ങളും മുഴുവൻ ലാസ്റ്റ് 3 days ആണ്. സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംഗതിയാണത്. അപ്പോൾ നിങ്ങളൊരു പുതിയ ടെക്നിക്കൽ പ്രതലം വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിനൊരു സ്വഭാവം, അതുണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അതിൻ്റെ സ്പീഡ്, അതിൻ്റെ വേഗത, അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാലായിരുന്നു. നിങ്ങൾ ഒരു വളരെ നല്ല കവിത എന്ന് പറഞ്ഞ സാധനം ഒരു 10 ദിവസം കഴിഞ്ഞ് നിങ്ങളെ കേൾപ്പിച്ചത് ഏത് സംഗതിയാണെന്ന് നിങ്ങൾ ഓർക്കും. ഇതാണ് അതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യയുക്തിയെയും മനുഷ്യനെ സംബന്ധിച്ച മാനവികതയെയും ഒക്കെ മറ്റൊരു തരത്തിൽ വ്യാജവൽക്കരിക്കുന്ന ഒരു ഭാഗം അതിലുണ്ട്. അതിൻ്റെ അർത്ഥം അത് മാറ്റിവെക്കണമെന്നല്ല, അതിൽ സഫലമായി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങളെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണമെങ്കിൽ ഇപ്പൊ സഹദേവനൊക്കെ ദിവസവും ഇങ്ങനെ വിടും. ആൾക്കാർ വിചാരിക്കുന്നത് ഇയാൾക്ക് എന്തിന്റെ ഇതല്ലേ. ഞാൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എഴുതുന്നു, സവർക്കറെ പറ്റി പറയുന്നു, അപ്പുറത്ത് പോയി പറയുന്നത്. എൻ്റെ ഇപ്പം മനസ്സിലാക്കേണ്ട ഒരാൾ തന്നെ പറയും ഇയാൾക്ക് ഇതിന് പറഞ്ഞിരിക്കേണ്ടതുള്ളൂ. എന്തൊരു ഈ സാധനം എന്നേക്കുമായിട്ട് കിടക്കേണ്ടതാണ്. എനിക്ക് ഈ 3 ദിവസത്തെ കാര്യമല്ലത്. നിങ്ങൾക്ക് സവർക്കറെ രാഷ്ട്രപിതാവുമ്പോ ആർക്കെങ്കിലും തിരിഞ്ഞു നോക്കിയാൽ കാണാൻ ഒരു സാധനം വേണം അവിടെ, ആ റെസിസ്റ്റൻസ് വേണം. അല്ലാതെ 3 ദിവസത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ല. ഇത് ആഴത്തിലുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ 3 ദിവസത്തെ കാര്യം വെച്ചിട്ടാണ് പലപ്പോഴും ഈ പറയുന്ന തരത്തിൽ നമ്മുടെ ഡിസ്കോഴ്സുകൾ മുഴുവൻ നമ്മൾ കുറേം കൂടി ആഴത്തിൽ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തെ
നിർത്താനാണ്. ആ ആശയം ചെറുതല്ല. ലോകത്തിന്റെ മുന്നിൽ ഇതേപോലെ ഒരു രാജ്യം ഉണ്ടോ? എനിക്കറിയില്ല, എൻ്റെ അനുഭവത്തിലില്ല. അങ്ങട് തിരിഞ്ഞാൽ വേറെ ഭാഷ, ഇങ്ങട് തിരിഞ്ഞാൽ വേറെ ഭക്ഷണം, ഇങ്ങട് തിരിഞ്ഞാൽ വേറെ ആളുകൾ. ഇതല്ലേ ഒരു ലോകവീക്ഷണം എന്ന് പറയുന്നത്. ഈ ഇത്രയും വൈവിധ്യത്തെ ഒന്നിച്ചിരുത്തുക എന്ന് പറയുന്നതാണ് ഒരു ബെറ്റർ വേൾഡ് ഉണ്ടാക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. അത് നമ്മൾ അബോധപൂർവമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര കൊല്ലങ്ങൾ, എത്ര നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ പല പ്രശ്നങ്ങളുണ്ടാകും, ഹൈറാർക്കി ഉണ്ടാകും, അതിനെതിരെയുള്ള ആ സംഗതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ വൈവിധ്യം ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം നോക്കി, ഇന്ത്യൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ, എന്തൊരു കലർപ്പ് അതിൻ്റെ ഉള്ളില്. അല്ലെങ്കിൽ ഇന്ത്യൻ ആർക്കിടെക്ചർ, ഇന്ത്യയിലെ കല, ഇന്ത്യയിലെ ഗസൽ, ഈ എവിടെ നോക്കിയാലും ഈ കലർപ്പല്ലാതെ മറ്റൊന്നുമില്ല. ഈ കലർപ്പ് എന്ന് പറയുന്ന ആശയം ഈ ശുദ്ധി എന്ന് പറയുന്ന ആശയത്തെക്കാൾ എത്രയോ വലുപ്പമുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കലർപ്പ് എന്ന് പറയുന്ന ആശയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. കാരണം ലോകം കലർപ്പുകളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ കലർപ്പ് എന്ന് പറയുന്ന ആശയത്തെ ശുദ്ധി എന്ന് പറയുന്ന ആശയത്തിന് മുകളിൽ വെക്കാനുള്ള ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പൊളിറ്റിക്കൽ പ്രോസസ്സാണ്. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പ്രോസസ്സാണ്. അങ്ങനെ നിരന്തരം ഇത് ക്ഷീണം കൂടാതെ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് നാളത്തെ പഞ്ചായത്ത് ഇലക്ഷനിൽ 10 സീറ്റ് BJP കിട്ടിയാൽ നമ്മൾ തളർന്ന് ഒരുത്തിക്ക് എടുക്കുന്ന ആളാവരുത്. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എഴുതിയ സുരേഷ് ഗോപി ജയിച്ചില്ലെന്ന് ചോദിക്കും. ഇത് ജയിക്കുന്ന കണ്ടിട്ടാണ് ഈ പുസ്തകം എഴുതിയത്, അല്ലാതെ അതിനെ തോൽപ്പിക്കാനല്ല. എൻ്റെ പുസ്തകം ആകെ 10 ആളോ അല്ലെങ്കിൽ 1000 ആളോ 5000 ആളോ വായിക്കും. ഒരു നിയോജക മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ രാഷ്ട്രീയ അഭിലാഷങ്ങളെ തടയിടാനൊന്നുമല്ല, മറിച്ച് ഒരു കോമൺ സെൻസ് അതിൻ്റെ ഉള്ളിൽ ഇത് വരുന്ന അറിഞ്ഞിട്ടാണ് നമ്മൾ അത് എഴുതുന്നത്. ഇത് അറിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഒരു വളർച്ച കേരളത്തിലും ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ ഒരു പീരീഡ് വരെ അതിനൊരു വളർച്ച ഉണ്ടാവും. കാരണം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹിന്ദു മിഡിൽ ക്ലാസിൻ്റെ ഉള്ളിൽ അതുണ്ടാക്കുന്ന ചലനങ്ങൾ നമുക്കറിയാം. പക്ഷേ അത് വിചാരിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് 3 ദിവസം കൊണ്ട് ഉണ്ടാക്കേണ്ട പ്രോജക്റ്റ് ഒന്നല്ല, മറിച്ച് വലിയൊരു പ്രോജക്റ്റിന്റെ പാർട്ടാവുക എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമരം നോക്കിയാൽ മതി. ആരെങ്കിലും ഇലക്ഷൻ ജയിക്കുന്നു വിചാരിച്ചിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്? അല്ലെ? എത്ര മനുഷ്യർ, എത്ര ആശയങ്ങൾ സ്വതന്ത്രമായി പറഞ്ഞു. 10 ആൾ കൂടിയാൽ നമുക്ക് ലോകം മാറ്റാം എന്ന് പറഞ്ഞ കോൺഫിഡൻസ് വരികയാണ്. അല്ലെ? നമ്മൾ കാണാം എത്ര ആൾക്കാരുണ്ടായിരുന്നു ഈ സംഘങ്ങളൊക്കെ. വളരെ കുറച്ച് ആൾക്കാരാണ്. അവർക്ക് ഉണ്ടാകുന്ന ആത്മബലം എന്ന് പറഞ്ഞ് ഈ ആത്മബലമാണ് നമുക്ക് പോകുന്നത്. അത് ഈ പറയുന്ന ഈ ഇലക്ഷന്റെ പൊളിറ്റിക്സ് ഒക്കെ വന്നേ പിന്നെ 5 കൊല്ലം കൂടുമ്പോൾ ഉണ്ടാവുന്ന ഭരണമാറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് അതിനെ നേരിടുന്നത്. നമ്മൾ അതിനെ നേരിടാൻ സജ്ജരാവുക, ആ ആത്മബലം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ ഈ ആത്മബലം കൊണ്ട് നടക്കാൻ സാധിച്ചാൽ അത് അതിൻ്റെ എഫക്റ്റ് പിന്നെ ഉണ്ടായിക്കോളും. എല്ലാ ഹിസ്റ്റോറിക്കൽ നമുക്ക് ആകെ നോക്കാൻ പറ്റിയത് ചരിത്രം മാത്രമാണ്. ചരിത്രത്തിൽ നോക്കിയത് നിങ്ങൾക്ക് അറിയാം. ഈ ആത്മബലം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ലോകത്തിന് വേണ്ടിയുള്ള ആത്മബലം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ അത് അതിൻ്റെ റിസൾട്ട് കാണിക്കും. അല്ലാതെ ഒരു ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ നേരിടേണ്ട പ്രക്ഷോഭമല്ലാതെ നമ്മൾ ആദ്യം തന്നെ നമ്മളെ ധരിപ്പിക്കണത്. പിന്നെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ കക്ഷികൾ നാളെ സംഘടിക്കുന്നോ പിരിയുന്നോ അവരായിട്ട് കൂട്ടുകൂടരുതെന്നോ ഇതൊന്നും വിശ്വസിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ ഉണ്ടാക്കിയ ഒരു ഇന്ത്യ ചരിത്രത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളുന്നതെന്നുള്ള പ്രാഥമിക ബോധം നമുക്കുണ്ടായാൽ നമുക്കിത് 4 ആളോട് പറയാനുള്ള ഒരു ആർജവും ഊർജവും വരും. നന്ദി.